നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ഏതായിരുന്നു? ഇലക്ട്രോകെമിസ്ട്രി അല്ലേ? ഇലക്ട്രോകെമിസ്ട്രി എടുത്തത് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ചോദിക്കും, പറയുകയൊക്കെ ചെയ്യണം. നോക്കാം, എന്നിട്ട് എന്നെ കണ്ടിന്യൂഷൻ ചെയ്യും. ഇലക്ട്രോകെമിസ്ട്രിയില് ഫസ്റ്റ് നമ്മൾ എടുത്തത് എന്തായിരുന്നു? ഡാനിയൽ സെൽ ആണ് അല്ലേ? ഡാനിയൽ സെല്ല് നമ്മൾ വരച്ചു, ക്ലിയർ ചെയ്ത് റെപ്രസെന്റേഷൻ ഒക്കെ ചെയ്തു അല്ലേ? അവിടെ കാഥോഡ് ആനോഡ് അതിന്റെയൊക്കെ ഡെഫിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ? ഓർത്തു. ആനോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കാൻ ഒരു ഐഡിയ പറഞ്ഞു, ലോൺ എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? ലെഫ്റ്റ് ഓക്സിഡേഷൻ, ആനോഡ് നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ കാഥോഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. എന്തായിരിക്കും കാഥോഡ്? കാഥോഡ് റൈറ്റ് ആയിരിക്കും, അത് റിഡക്ഷൻ ആയിരിക്കും, പോസിറ്റീവ് ആയിട്ടുള്ള ടെർമിനൽ ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ആ ഒരു ഐഡിയ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് നമ്മൾ അത് കഴിഞ്ഞ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതിയതാണ് ഇ നോട്ട് സെൽ ഈക്വൽ ടു എന്താ? അത് കഴിഞ്ഞ് സെൽ റെപ്രസെന്റേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞ് ആ ഡാനിയൽ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ എഴുതി അല്ലേ? ആ ഇക്വേഷൻ എഴുതി. അപ്പോൾ ആ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഓർത്ത് ZN ബാർ ZN 2 പ്ലസ് ഡബിൾ ബാർ എന്തായിരുന്നു? CU അല്ലേ? 2 പ്ലസ് ബാർ C. അപ്പോൾ അതൊന്നും മനസ്സിലായ ആദ്യത്തെ ടോപ്പിക് അതാണ്. സെക്കൻഡ് ടോപ്പിക് ആണ് SHE, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. SHEയില് നമ്മൾ മെയിൻ ആയിട്ട് കൊണ്ടുവന്നേക്കുന്നത് SHEയില് മെയിൻ ആയിട്ട് നമ്മൾ എടുത്തേക്കുന്ന ഏരിയ എന്തായിരുന്നു? ആക്ച്വലി അതിന്റെ ഒരു ഡെഫിനിഷൻ ആദ്യം എഴുതി അല്ലേ? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കൺസിസ്റ്റ് ഓഫ് ഇങ്ങനെയായിരുന്നു, പ്ലാറ്റിനം ഇലക്ട്രോഡ്. എന്ത് കൂട്ടി ചെയ്തിട്ടുണ്ടായി? പ്ലാറ്റിനം ബ്ലാക്ക് അല്ലേ? ദെൻ അതില് വന്നേക്കുന്നത് എന്തായിരുന്നു അല്ലേ? ഹൈഡ്രജൻ ബബിൾസ് ഒക്കെ വന്നു, 1 മോളാർ കോൺസെൻട്രേഷൻ ആൻഡ് 1 ബാർ റിഡക്ഷൻ. ദെൻ അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയായിരുന്നു? SHE ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയായിരുന്നു? 0 അല്ലേ? 0. ദെൻ നെക്സ്റ്റ് അതിൽ ഹൈയസ്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടായിരുന്നു അല്ലേ? ഹൈയസ്റ്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ലിഥിയം ലോവസ്റ്റ് ആണ്. ഫ്ലൂറിൻ വാല്യൂ 2.87 കേട്ടോ, നോക്കുക. ദെൻ നെക്സ്റ്റ് ലോവസ്റ്റ് ഉണ്ടായിരുന്നു ഏതായിരുന്നു വാല്യൂ? ലിഥിയം വാല്യൂ നെഗറ്റീവ് 3.05. ഇത്രയും പോയിന്റ്സ് നമ്മൾ എഴുതിയിട്ടുണ്ടായുള്ളൂ ആ ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ട്. അതിന്റെ ഒരു ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടു അല്ലേ? ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് നമ്മൾ പറഞ്ഞൊരു പോട്ട് ഉണ്ടായിരുന്നു അല്ലേ? ആ പോട്ടിൽ എന്താ ഇട്ട് വെച്ചേ? എന്തായിരുന്നു അല്ലേ? പോട്ടില് കോപ്പർ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ? ഹൈ റിയാക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസ് എ ലെസ് റിയാക്റ്റീവ് മെറ്റൽ എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻസ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്താണ് നേൺസ്റ്റ് ഇക്വേഷൻ. നേൺസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? എന്തായിരുന്നു നേൺസ്റ്റ് ഇക്വേഷൻ? C raised to C, D raised to D, divided by A raised to A and B raised to B. ചെറിയൊരു പോയിന്റ് വിട്ടു. ഏതായിരുന്നു? 2.303 RT divided by N കേട്ടോ, നോക്കാം അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് എഴുതിയിട്ടുണ്ടായി. E cell equal to E naught cell minus ഞാൻ എൻ്റെ ക്ലാസ്സിൽ എല്ലാം ചോദിക്കും കേട്ടോ. ഞാൻ പറഞ്ഞു നോക്കൂ, കുറച്ച് ഞാൻ വേണ്ടി ചോദിക്കും. ബാക്കിലോ അടുത്ത ആള് നെക്സ്റ്റ് ഇക്വേഷന്റെ ആദ്യത്തെ ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ E cell equal to next question. E cell equal to E naught cell minus 2.3 RT by NF log C raised to C D raised to D by A raised to A D raised to D. Clear അല്ലേ? The next equation E cell equal to E naught cell minus log C raised to C and B raised to B. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ വീഡിയോ എല്ലാവരും ഓൺ ആക്കണം കേട്ടോ. നെക്സ്റ്റ് ഇക്വേഷൻ E naught cell minus 2.303 RT by NF log C raised to C D by A raised to A D raised to B. Okay, clear ആണ്. Then ഓൺലൈനിൽ റയാൻ വീഡിയോ ഓൺ ആക്കാം എന്നിട്ട് പറയാം. നെക്സ്റ്റ് ഇക്വേഷൻ E cell equal to
റയാൻ P naught cell minus then Ignace. നമ്മൾ അതിന്റെ ഒരു സെക്കൻഡ് ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായി നെക്സ്റ്റ് ഇക്വേഷൻ അല്ലെ 0.059 വരുന്നത് ആ ഇക്വേഷൻ ഒന്ന് പറഞ്ഞു നോക്കി ഈ സെൽ ഈക്വൽ ടു ക്ലിയർ ആണ് അല്ലെ ഓർത്ത് നോക്കുക ഈ ചാപ്റ്റർ സൊല്യൂഷൻ ആൻഡ് ഈ ചാപ്റ്ററിൽ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ് വരുന്നത് ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ എല്ലാ ഇക്വേഷനും ആണ് ക്ലിയർ ചെയ്ത് പഠിച്ചു പോകുന്നത് അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് കഴിഞ്ഞേക്കുന്നത് ഇനി നമ്മൾ ഈ പറയുന്ന ഏൺസ്റ്റ് ഇക്വേഷൻ അതിൽ ഇ നോട്ട് ഉണ്ട് അല്ലെ ഇ നോട്ട് സെൽ എന്ന് പറയുന്നത് അതും ഇക്വിലിബ്രിയവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത് കേട്ടോ നെക്സ്റ്റ് സബ് ഹെഡിങ് ആയിട്ട് എഴുതുക നെക്സ്റ്റ് ഇക്വേഷൻ സബ് ഹെഡിങ് ഒരു ഇക്വേഷൻ മാത്രമേ എഴുതാനുള്ളൂ അപ്പോൾ സബ് ഹെഡിങ് ആയിട്ട് എഴുതുക റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ electrode potential relationship between electrode potential ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ എഴുതി വെക്കാം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ relationship between electrode potential and equilibrium constant. The relationship between electrode potential and equilibrium constant. Electrode potential and equilibrium constant. നമ്മൾ പ്രീവിയസ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് ഇതിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ഇക്വേഷൻ എഴുതിയ സമയത്ത് ഇങ്ങനെയാണ് എഴുതിയത് E cell equal to E naught cell minus 0.059 divided by n log C raised to C D raised to D and A raised to A and B raised to D. ഇതാണ് നെക്സ്റ്റ് ഇക്വേഷൻ എഴുതിയത്. അപ്പോ ഇവിടെ ഇക്വിലിബ്രിയം നമ്മൾ 7th ചാപ്റ്റർ 11th പഠിച്ച 7th ചാപ്റ്റർ പേരാണ് എന്ത് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഓർമ്മയുണ്ടോ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. അപ്പോൾ ഈ ഒരു ഏരിയ മുഴുവൻ എന്തായി മാറും Kc ആയി മാറും. ഈ ഏരിയ മുഴുവൻ എന്താവും Kc. അങ്ങനെ Kc ആയി കഴിഞ്ഞാൽ ഈ സെൽ 0 ഈ സെൽ എന്താവും 0. അപ്പോൾ ഇൻ ഇക്വിലിബ്രിയം ഈ സെൽ എന്തായി മാറും in equilibrium E cell 0. Then Kc എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലന്റ് ആയിട്ട് വരും ഈ ഒരു ഏരിയ മുഴുവനും Kc ആണ് കേട്ടോ. അപ്പോൾ Kc എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. നോക്കാം ഇക്വിലിബ്രിയത്തിന്റെ ഡെഫിനിഷൻ എന്താ ഇക്വിലിബ്രിയത്തിന്റെ ഡെഫിനിഷൻ ഫോർവേഡ് റിയാക്ഷൻ ഈക്വൽ ടു ബാക്ക്വേർഡ് റിയാക്ഷൻ. എന്താണ് ഫോർവേഡ് റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആവും പ്രൊഡക്റ്റ് എന്താവും റിയാക്ടന്റ് ആവും കേട്ടോ. നോക്കാം ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ടേം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് 0 ഡിഗ്രിയിൽ വെച്ചെന്ന് അല്ലെ എന്താവും ഫ്രീസ് ആവും ആണോ 0 ഡിഗ്രി ഫ്രീസിംഗ് പോയിന്റ് ആണ് 0 ഡിഗ്രി മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പൊ എന്ത് മെൽറ്റിംഗ് പോയിന്റ് എന്താ അല്ലെ ഐസ് മെൽറ്റ് ആവുന്ന ഏത് പോയിന്റില്ല 0 ഡിഗ്രി 0 ഡിഗ്രിയിലാണ് ഐസ് മെൽറ്റ് ആവുന്നത്. ഫ്രീസ് ആവുന്ന ഏത് ഡിഗ്രിയിലാണ്? അപ്പൊ 0 ഡിഗ്രിയിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് എന്ത് പറ്റും പകുതി ഐസാവും പകുതി വെള്ളമാവും. അതാണ് ഇക്വിലിബ്രിയം. നമ്മൾ എത്ര സമയം എടുത്തു വെച്ചാലും എന്ത് പറ്റും അത് പകുതി ഐസും പകുതി ഇതാവും. അപ്പൊ നമ്മള് ഹാഫ് ഐസ് ആൻഡ് ഹാഫ് അല്ലെ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാവും അങ്ങോട്ട് പക്ഷെ കുറച്ച് വെള്ളം ഉണ്ടാവും കുറച്ച് ഐസ് ഉണ്ടാവും. അപ്പൊ അവിടെ നടക്കുന്ന എന്താ കുറച്ച് വാട്ടർ എന്താവും ഐസ് ആയിക്കൊണ്ടിരിക്കും ഐസ് എന്താവും വാട്ടർ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ റേറ്റ് ഓഫ് ഫ്രീസിംഗ് ഈക്വൽ ടു റേറ്റ് ഓഫ് മെൽറ്റിംഗ് ദാറ്റ് ഈസ് ദ ഇക്വിലിബ്രിയം. അപ്പോ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് പ്രൊഡക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും സൈഡിൽ കൂടി എന്തുണ്ടാവും റിയാക്ടന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത്
ഇക്വിലിബ്രിയം കേട്ടോ. ഇക്വിലിബ്രിയം എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് ആ വേർഡിന്റെ മീനിങ് ഒന്ന് മനസ്സിലാവണം കേട്ടോ. നോക്കാം. ദെൻ അപ്പൊ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അത് പ്രൊഡക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും, ഒപ്പം തന്നെ എന്താവും റിയാക്ടന്റ് ഉണ്ടായിരിക്കും കേട്ടോ. നോക്കാം. താൻ മാങ്ങ കഴിച്ചു, എന്ത് പറ്റും? ഇക്വിലിബ്രിയം നടക്കും. എന്താ സംഭവം? മാങ്ങ കഴിച്ചല്ലേ? ഇക്വിലിബ്രിയം ഇല്ലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ ശരിയാക്കില്ല കേട്ടോ. ഇക്വിലിബ്രിയം എങ്ങനെയാ ഉണ്ടാവണേ മാംഗോ കഴിക്കുമ്പോ? മാംഗോയിൽ എന്താ ഉള്ളേ? മാംഗോയിൽ എന്താ ഉള്ളേ? എസ്റ്റർ. എസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? RCOOR ഡാഷ് അല്ലേ? ഓർത്ത് നോക്കുക. അത് വായിൽ കുറച്ച് സലൈവയൊക്കെ ചേർന്ന് സ്റ്റൊമക്കിൽ എത്തുമ്പോൾ അത് HCl ഉണ്ടാവും അല്ലെ? HCl സ്റ്റൊമക്കിലല്ലേ? H+ and Cl- ഉണ്ട് അല്ലെ? ഓർത്ത് നോക്കുക. എന്ന് പറഞ്ഞാൽ എന്താ? അസിഡിക് മീഡിയം. അസിഡിക് മീഡിയത്തിൽ എന്തുണ്ടാവും? ബ്രേക്ക് ഡൗൺ ആവും. ബ്രേക്ക് ഡൗൺ ആയിട്ട് എന്തൊക്കെ ഉണ്ടാവും? ആൽക്കഹോൾ പഠിപ്പിച്ചല്ലേ? എസ്റ്ററിൽ വാട്ടർ ആഡ് ചെയ്ത് എന്ത് പറ്റും? എസ്ട്രിഫിക്കേഷൻ ഹെഡിങ്. അതിലെന്താ എഴുതിയേ? പറഞ്ഞു. ആൽക്കഹോൾ ആൻഡ് കാർബോക്സിലിക് ആസിഡ് ഉണ്ടോ? അത് സ്റ്റൊമക്കിൽ ഇതായിട്ട് സ്പ്ലിറ്റ് ആവും. മനസ്സിലായി? കുറച്ച് കഴിയുമ്പോൾ അത് തിരിച്ചത് ആയിക്കൊണ്ടിരിക്കും. തിരിച്ച് മനസ്സിലായി? അതല്ലേ ഇക്വിലിബ്രിയം. മനസ്സിലായി? ഓർത്ത് നോക്കുക. അല്ലാതെ മുഴുവനും ആസിഡ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? സ്റ്റൊമക്കിൽ അല്ലേ? ഭയങ്കര ആസിഡിക് ആവും ആക്ച്വലി. അപ്പൊ എന്ത് പറ്റും? അവിടെ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യും. ഇക്വിലിബ്രിയം എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും. ഞാൻ പറയുന്നത് ഇക്വിലിബ്രിയം നടക്കുന്ന കുറച്ച് റിയാക്ഷനിൽ ഒന്നാണ് എസ്റ്റർ. നമുക്കറിയാം കേട്ടോ. നോക്കാം. ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഒന്നും വരാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ലോ എന്ന് എഴുതിയിട്ട് പറഞ്ഞു കേട്ടോ. ഇതാണ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം ആയ ഇവിടെ എന്താവും? ഈ സെൽ എന്താവും? 0. അങ്ങനെ വന്നാൽ ഇക്വേഷൻ ഒന്ന് ഡിറൈവ് ചെയ്തേ. ഈ സെൽ 0 ഈക്വൽ ടു എന്തോരം? E0 സെൽ മൈനസ് 0.059 divided by n log Kc. log Kc. ഇത് 0 അല്ലേ? ഈ നെഗറ്റീവ് ആയിട്ടുള്ളതിന് ഈക്വൽ സൈഡ് പുറത്തേക്ക് മാറി കഴിഞ്ഞാൽ പോസിറ്റീവ്. ശരിയല്ലേ? ഈ ഓൾ പോർഷൻ നിങ്ങൾക്ക് അറിയാലോ. ഈക്വൽ സൈഡ് പുറത്തേക്ക് നെഗറ്റീവ് പോസിറ്റീവ് മാറി കഴിഞ്ഞാലുള്ളത് എന്ന് പറഞ്ഞ് ഈ നെഗറ്റീവ് ആയിട്ടുള്ളത് ഈ ടോട്ടൽ ആയിട്ടുള്ളത് ഈക്വൽ സൈഡ് പുറത്തേക്ക് മാറും. അപ്പൊ എന്ത് വരും? E0 സെൽ ഈക്വൽ ടു 0.059 divided by n log എന്ത് വരും? Kc. log Kc. ഇതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഇക്വേഷൻ. ഇവിടെ നിന്നൊന്ന് എഴുതി വെച്ചേ. ചെറുതായിട്ട് ഡിറൈവ് ചെയ്യുന്ന രീതിയിൽ കേട്ടോ. Log C is raised to 0. ഇവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. ഇത്ര എഴുതിയില്ലേ?
പുറത്തു ഈ ഇക്വേഷൻ മറക്കരുത്. ഇ നോട്ട് സെൽ ഈക്വൽ 0.059 ഡിവൈഡ് ബൈ n log Kc. നെക്സ്റ്റ് അടുത്ത ഹെഡിങ് എഴുതി വെച്ചോ. ഗിബ്സ് ഫ്രീ എനർജി ആൻഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സബ് ഹെഡിങ് ആണ് കേട്ടോ. ഓർത്തോക്കാം. മെയിൻ ഇക്വേഷന്റെ സെക്കൻഡ് സബ് ഹെഡിങ് ആണ് ഗിബ്സ് ഫ്രീ എനർജി ആൻഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഗിബ്സ് ഫ്രീ എനർജി ആൻഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. Gibbs free energy and electrode potential. ഏതോ ആ തെർമോഡൈനാമിക്സിലെ ഗിബ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ ഗിബ്സ് ഫ്രീ എനർജിയില് നിങ്ങൾ 11th പഠിച്ചിരിക്കുന്ന തെർമോഡൈനാമിക്സിൽ വരുന്ന ആ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ഇക്വേഷൻ ആണ് ഗിബ്സ് എനർജി. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇതാണ് നിങ്ങൾ 11th പഠിച്ച ഇക്വേഷൻ. ഈ ഇക്വേഷൻ അല്ല നമ്മളിവിടെ കൊണ്ടുവരുന്നത്. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇതാണ് നിങ്ങൾ 11th ലാസ്റ്റ് പഠിച്ചിരിക്കുന്നത്. ഇവിടെ വെച്ച് കണ്ടീഷൻ ഒക്കെ പറയും. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? റിയാക്ഷൻ സ്പോണ്ടേനിയസ്. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ തനിയെ നടക്കുന്ന റിയാക്ഷൻ. അത്രേ ഉള്ളൂ കേട്ടോ. നോക്കാം. ഇപ്പൊ പെട്രോളിൽ തീ കൊടുത്താൽ എന്ത് പറ്റും? ഊതണോ? തനിയെ കത്തിക്കോളൂ അല്ലേ? അറിയാം. അത് സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്. ഈ വുഡിനെ എനിക്ക് ബേൺ ചെയ്യണം. തനിയെ ബേൺ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? ഓർത്ത് നോക്കാം. നമ്മൾ എക്സ്ട്രാ ആയിട്ട് വേറെ എന്തെങ്കിലും ഫ്യൂലൊക്കെ ഇട്ട് കൊടുത്ത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഒക്കെ കഴിയുമ്പോൾ എന്ത് പറ്റും? അത് ഫയർ വരുന്നത് നോൺ സ്പോണ്ടേനിയസ്. മനസ്സിലാവാൻ ഒരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഓർത്ത് നോക്കാം. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? നോൺ സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജി സീറോ ആണെങ്കിൽ എന്തായിരിക്കും? ഈക്വിലിബ്രിയം. അപ്പോ ഇവിടത്തെ പർപ്പസ് എന്തിനാ ഇത് പഠിപ്പിക്കുന്നത്? ഇവിടെ നമ്മൾ കൊണ്ടുവരുന്ന ഒരു ബാറ്ററി അത് വർക്ക് ചെയ്യോ ഇല്ലയോ അതറിയാൻ വേണ്ടിയിട്ടാണ് ഡെൽറ്റ ജി കൊണ്ടുവരുന്നത്. ബാറ്ററി കിട്ടിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്യോ ഇല്ലയോ എന്ന് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുവരുന്ന ഇക്വേഷൻ ആണ് ഡെൽറ്റ ജി ഈക്വൽ ടു, ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി, മൈനസ് എൻ എഫ് ഇ നോട്ട് സെൽ. വേറൊരു ഇക്വേഷൻ ഉണ്ടോ? അത് വേണ്ട, ഇത് മാത്രം വെച്ചാൽ മതി. ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരുമോ? അപ്പോ ഈ ഇക്വേഷൻ എവിടെ പഠിച്ചാൽ ചേക്കുന്ന 11th ഇതാണ് നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളത്. ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ നോട്ട് സെൽ കേട്ടോ. വേഗം എടുത്തിട്ട് ഇത് ബോക്സിൽ വെക്കണം കേട്ടോ. മറ്റേ ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതി വെക്കുക കേട്ടോ. നോക്കാം. ഡെൽറ്റ ജി ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ നോട്ട് സെൽ. ഇനി ഓരോന്ന് എടുത്ത് എഴുതണം. എൻ എന്താന്ന് എഴുതി വെക്കുക. എൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ. എൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ. എൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ. then f ന്റെ വാല്യൂ എഴുതണം 96500 കോളം. 96500 കോളം. ഈ വാല്യൂ കിട്ടിയത് എങ്ങനെയാണെന്ന് ഓർത്ത് നോക്കുക. 1 മോൾ ഇലക്ട്രോൺ ചാർജ് ഈസ് നോൺ ആസ് ഫാരഡേ കോൺസ്റ്റന്റ്. what do you mean Faraday constant? 1 മോൾ ഇലക്ട്രോൺ ചാർജ്, അതാണ് ഫാരഡേ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ 1 മോൾ ഇലക്ട്രോൺ ചാർജ് എങ്ങനെ കിട്ടുക നമുക്ക്? 1 മോൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 6.022 into 10 raised to 23 into ഒരു ഇലക്ട്രോൺ ചാർജ് എത്രയാ? 1.6 into 10 raised to -19 വോൾട്ട്. ഓക്കേ, ഇത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? 96500 അപ്രോക്സിമേഷൻ ആണ്. 96487 ആ വാല്യൂ ആണ് കിട്ടുന്നത്. അതിനെ റൗണ്ട് ചെയ്തിട്ടാണ് 96500 കുളമ്പിലേക്ക് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വാട്ട് യു മീൻ ഫാരഡേ? 1 മോൾ ഇലക്ട്രോൺ ചാർജ് ഒന്ന് എഴുതി വെച്ചേക്കണം കേട്ടോ. ഓർക്കുക. 1 മോൾ ഇലക്ട്രോൺ ചാർജ് ഈസ് നോൺ ആസ് ഫാരഡേ. ഫാരഡേ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വാല്യൂ കേട്ടോ. ഓർക്കുക. 1 മോൾ ഇലക്ട്രോൺ ചാർജ് ഈസ് നോൺ ആസ് ഫാരഡേ കോൺസ്റ്റന്റ്. ഇത് 1 മോൾ കണ്ടോ. ഓർക്കുക. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? 1.6. അതെ, ഈ കിട്ടും. ഓക്കെ, 1 മോൾ കേട്ടോ. ഓർക്കുക. ഇലക്ട്രോൺ ചാർജ് is known as Faraday constant. ഇത് ബോക്സിലാക്കി വെക്കണം. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ. ഇനി കണ്ടീഷൻസ് എഴുതി വെക്കണം. ഡെൽറ്റ ജി എന്തായിരിക്കണം? നെഗറ്റീവ് എഴുതി വെക്കണം. ഡെൽറ്റ ജി നെഗറ്റീവ്, സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജി നെഗറ്റീവ്, സ്പോണ്ടേനിയസ്. ഓർക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇ നോട്ട് സെൽ പോസിറ്റീവ് ആവണം, അതർവൈസ്
ഇത് വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു. അതിന്റെ റീസൺ ഇതാണ്. ഈ നോട്ട്സിൽ ഇവിടെ നെഗറ്റീവ് ആയ എന്ത് പറ്റും? ഇവിടെ നെഗറ്റീവ് ആയ എന്ത് പറ്റും? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പ്ലസ് ആയി കഴിഞ്ഞാൽ ബാറ്ററി എന്ത് ചെയ്യില്ല? വർക്ക് ചെയ്യില്ല. അപ്പൊ നേരത്തെ നമ്മൾ പഠിപ്പിച്ചു ഇ നോട്ട് സെൽ ഈക്വൽ ടു ഇ നോട്ട് കാഥോഡ് മൈനസ് ഇ നോട്ട് ആനോഡ്. അത് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കണം. റീസൺ എന്താ? ഇതില് നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യില്ല? ഇത് സ്പോണ്ടേനിയസ് ആവില്ല. ഇങ്ങനെയാ കണ്ടെത്തുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതിന്റെ റീസൺ ഇവിടെയാണ് വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഡെൽറ്റ ജി നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് സ്പോണ്ടേനിയസ് ആവുള്ളൂ. അപ്പൊ ഇ നോട്ട് സെൽ ഓൾവേസ് എന്തായിരിക്കണം? പോസിറ്റീവ്. ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഇ നോട്ട് സെൽ ഓൾവേസ് പോസിറ്റീവ് ഫോർ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. But delta G negative spontaneous. Delta G negative എന്നായിരിക്കണം, spontaneous. Therefore E naught cell always positive. അത് എഴുതണം കേട്ടോ. Therefore E naught cell always positive. E naught cell always positive. Delta G ക്ക് minus NF E naught cell. ഇനി നമുക്ക് ഇത് കഴിഞ്ഞാല് നമ്മൾ പണ്ട് പഠിച്ചേക്കുന്ന ഒരു ഏരിയയിലേക്ക് ആണ് കൊണ്ടുപോകുന്നത്. ഒന്നുകൂടി പറയാം. നെക്സ്റ്റ് ഇക്വേഷനിൽ ആദ്യം പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? E cell equal to E naught cell minus 0.059 divided by n അല്ലേ? log എന്തായിരുന്നു? C raised to C D raised to D. സെക്കൻഡ് ഇക്വേഷൻ ആണ് E naught cell equal to 0.059 divided by n log Kc. then തേർഡ് ഇക്വേഷൻ ആണ് delta G equal to minus NF E naught cell. അപ്പൊ ഇതിന്റെ ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു വെക്കണം, എന്നാലും നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണ് ചെയ്യണേ, എങ്ങനെയാണ് എന്നുള്ള ഏരിയാസ്. ദെൻ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് വരുന്ന ടോപ്പിക്കും കൂടി പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പണ്ട് മുതൽ അറിയാവുന്ന ഓംസ് ലോനെ റിലേറ്റ് ചെയ്യുന്നതാണ്. ഫിസിക്സ് ആണ് ആക്ച്വലി, ഫിസിക്സിൽ വരുന്ന ഏരിയ ആണ് ആക്ച്വലി. അവിടെ നമ്മൾ പറയുന്ന മെയിൻ ആയിട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് റെസിസ്റ്റൻസ്. ഇത് ഇത്ര എഴുതിയോ എല്ലാവരും? ചോട്ടെ. 6ന്റെ ഏരിയ ആണ്. ഹെഡിങ് ഒക്കെ എഴുതാം, പക്ഷെ കണ്ടന്റ് ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് അതൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസിസ്റ്റൻസ് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, ചെറിയ ക്ലാസ്സുകളിലൊക്കെ എടുത്തേക്കുന്നതാണ് അല്ലേ? ഓർത്ത് നോക്കാം. അപ്പൊ ലെങ്ത് ഇൻക്രീസ് ചെയ്താൽ റെസിസ്റ്റൻസ് കൂടും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്താൽ കുറയും അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് 3 പിന്നൊക്കെ വരുമ്പോൾ അതിന് ഏറ്റവും മുകളിലെ പിന്നെ ബിഗറായി നിൽക്കുന്നു. വൈ? റെസിസ്റ്റൻസ് കുറയും. അപ്പൊ അതിന് അങ്ങനെ ഫിഗർ ആക്കുന്നത് അത് മാത്രം എർത്തിങ്ങിന്റെയാണ് ആക്ച്വലി. അപ്പൊ ഒരു നമ്മളൊരു ഡിവൈസ് ഒക്കെ എടുക്കുമ്പോൾ ആ എർത്തിങ് വന്നിട്ട് അല്ലെ, ആ ഡിവൈസിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലും കറണ്ട് വന്നാൽ ആദ്യം എന്ത് ചെയ്യും അല്ലെ, ഫ്യൂസ് ബ്രേക്ക് ആവും. അപ്പൊ അതൊക്കെ നമുക്കറിയാം. അതേ കാര്യം തന്നെയാണത്. ദെൻ ആർ ഈക്വൽ ടു പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് എന്താ കൊടുക്കുക അല്ലെ, കോൺസ്റ്റന്റ് കൊടുക്കണം. അപ്പൊ ഇവിടെ കൊടുക്കുന്നതാണ് എന്തായിരിക്കും? റോ ഇൻറ്റു L by A. റോ ഇൻറ്റു L by A. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കേട്ടോ. R റെസിസ്റ്റൻസ്, റോ എന്താണ്? റെസിസ്റ്റിവിറ്റി. നെക്സ്റ്റ് നമ്മൾ അടുത്തത് ഈ റോ എന്ന് പറയുന്ന ഇതിനെ നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്യും, അതിനെ കണ്ടക്ടിവിറ്റിയിലേക്ക് മാറ്റും. 1 by റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by റോ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് കൊടുക്കും? നമ്മൾ കാപ്പ കേട്ടോ. കണ്ടക്ടിവിറ്റി കാപ്പ എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് കൊണ്ടുപോകും. 1 by റോ എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക്. അപ്പോൾ ഇവിടെ അതിനു മുമ്പ് ഒരു കാര്യം കൊണ്ടുവരുന്നുണ്ട്. ജി എന്നാണ് ഇവിടെ കണ്ടക്ടൻസ് കൊടുക്കുന്നത്. ജി കണ്ടക്ടൻസ്. അപ്പോ 1 by R ആണ് കേട്ടോ. ജി എന്താണ്? കണ്ടക്ടൻസ്. ഡെൽറ്റ ജി ആയിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. ഡെൽറ്റ ജി ഗിബ്സൺ ആദ്യം. ഇവിടെ ജി കണ്ടക്ടൻസ്. ഫിസിക്സിൽ നിങ്ങൾക്ക് സി തന്നെ ഉണ്ടാവും അല്ലേ? അല്ലേ? ജി തന്നെയാണോ? അപ്പൊ ഈ ജി. നെക്സ്റ്റ് ഈ ജി ഈക്വൽ ടു 1 by R ആണെങ്കിൽ ഇക്വേഷൻ എന്ത് വരും? 1 by റോ ഇൻറ്റു A by L. ഉണ്ടോ? റെസിപ്രോക്കൽ ആയിക്കോട്ടെ. അപ്പോൾ 1 by റോയ്ക്ക് പകരം എന്ത് കൊടുക്കണം നമുക്ക്? കാപ്പ. അപ്പൊ ജി ഈക്വൽ ടു കാപ്പ ഇൻറ്റു എന്താണ്? A by L അല്ലേ? ജി ഈക്വൽ ടു കാപ്പ ഇൻറ്റു A by L കേട്ടോ. ഇവിടെ വരെയാണ് ആദ്യത്തെ ഒരു ഫ്രെയിം ഇക്വേഷൻ കൊണ്ടുവരുന്നത്. പിന്നെ ഒരു ജി സ്റ്റാറിന്റെ ഇക്വേഷൻ ഉണ്ട് വരുന്നുണ്ട്. ദെൻ ഈ കാപ്പേനെ എന്താ വിളിക്കുന്നത്? KPPA എന്നാണ് കാപ്പ ടെക്സ്റ്റ് കൊടുത്തേക്കുന്നത്. അതിന് കണ്ടക്ടിവിറ്റി ഡെഫിനിഷൻ ടെക്സ്റ്റുകൾ പറയുന്നത് സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് ആൻ എ സബ്സ്റ്റൻസ്. സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് ആൻ എ സബ്സ്റ്റൻസ് കേട്ടോ. നോക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അല്ലെ, അതൊരു കോൺസ്റ്റന്റ് ആണ്. ഈ കാപ്പയും റോയും ഒക്കെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ആറും ജിയും എന്ത് ചെയ്യും? വേരി ചെയ്യും. ആറും ജിയും എന്ത് ചെയ്യും?
വേരി ചെയ്യും അല്ലെ, ഓർത്ത് നോക്കാം. അപ്പൊ ഈ ആറും ജി ഒക്കെ വേരി ചെയ്യും. ഈ കാപ്പ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വാല്യൂ ആണ്, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന വാല്യൂ ആണ്. അപ്പൊ അത് മറക്കരുത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോ നമ്മള് പല പല മെറ്റൽസ് എടുക്കും അല്ലെ. അപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ളത് ഏത് മെറ്റൽസിനൊക്കെയാണ്? മെറ്റൽ കണ്ടക്ടിവിറ്റി ഉള്ളത്. ഞാൻ ഒരു ചെറിയ ഇത് പറയാം. എന്റെയൊക്കെ ചെറുപ്പത്തില് കുഞ്ഞു കുട്ടിയൊക്കെ ആവുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ മോനേക്കാളത് അമ്മ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഈ സമയത്ത് മഴയൊക്കെ ആണെങ്കിൽ നമ്മൾ ഓടിക്കളിക്കും വെള്ളത്തിൽ, മഴയത്തിൽ ഓടിക്കും. അപ്പൊ ഇടിമിന്നലൊക്കെ വരും. ഇടിമിന്നലൊക്കെ വരുന്ന സമയത്ത് ആ ടൈമിൽ പറയുന്നൊരു ലൈറ്റ്നിങ് ഒക്കെ വരുന്ന സമയത്ത് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഈ ഗോൾഡിന്റെ ഒക്കെ മാലയൊക്കെ ഇട്ടുണ്ടാവും. ഈ മാലയുടെ തിളക്കം കണ്ടു കഴിഞ്ഞാൽ ഈ ലൈറ്റ്നിങ് നമുക്ക് മേത്തടിക്കും എന്ന് എൻ്റെ അമ്മമ്മ പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ? ലൈറ്റ്നിങ് വരും. ലൈറ്റ്നിങ് വന്നിട്ട് ഈ മാലയുടെ ഈ എന്താ പറയാ ലസ്റ്ററിങ് കാരണം അത് വന്ന് പിടിക്കും എന്ന് പറയും. അത് റൈറ്റ് ഓർ റോങ്? റൈറ്റ് ആണ്. കാരണം ഗോൾഡ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഗുഡ് കണ്ടക്ടർ ആണ്. ഗുഡ് കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ആ ഗുഡ് കണ്ടക്ടറിൽ ഈ കാപ്പയുടെ വാല്യൂ ഹൈ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിലെന്താണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന മെറ്റൽസ് ആണ് ആക്ച്വലി എന്ത്? ഗോൾഡ്. അത് കഴിഞ്ഞിട്ടൊക്കെ കോപ്പർ ഉള്ളൂ. അപ്പോ നല്ല ഒരു ഗോൾഡ് മാലയൊക്കെ ഇട്ടിട്ട് ഒരു ഫ്ലാറ്റിന്റെ മുകളിലൊക്കെ കയറി മറ്റേ ഫ്ലാറ്റ് മറ്റേതുണ്ടാവും ഒക്കെ കൈ കെട്ടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് ആള് എന്ത് ചെയ്യും അല്ലേ? അധികം കേട്ടോ. ഒരു പകതിന്റെ ഒരു ഫിലിമിലൊക്കെ ഇടുന്ന പോലത്തെ മാലയൊക്കെ ഇട്ടിട്ട് ഒരു ഫ്ലാറ്റിന്റെ മുകളിൽ കയറി ശരിയായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നല്ല എന്താണ് ആക്ച്വലി പാടമൊക്കെ ആണെങ്കിൽ വേറെ സ്ഥലത്തൊന്നും മരങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഫസ്റ്റ് ലൈറ്റിനിങ് വരുന്ന സമയത്ത് പെട്ടെന്ന് വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് പ്രീമിയം ഫോണുകളിൽ അവര് അല്ലെ എന്ത് ചെയ്യും? ചിപ്സിൽ എന്ത് വെക്കും? ചിപ്പിൽ പ്രീമിയം ഗോൾഡ് വെക്കും അല്ലെ? ഗോൾഡ് വെക്കും. അതറിയില്ലേ? ലൈറ്റിനിങ് അല്ല, പെട്ടെന്ന് കണ്ടക്ടർ ആവാം, റിഫ്രഷ് റേറ്റ് വരാം. മനസ്സിലായി? പെട്ടെന്ന് ഇത് വരണ്ടേ? റിഫ്രഷ് റേറ്റിംഗ് നിങ്ങൾക്ക് അറിയില്ലേ? 155 ഹെർട്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ള റിഫ്രഷ്മെന്റ് റേറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നന്നായിട്ട് ഇലക്ട്രിസിറ്റി ഫ്ലോ മൈന്യൂട്ട് ഏരിയയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചിപ്പില് ഈ അടുത്തൊരു ബ്ലോഗർ അല്ലെ, പുള്ളിയുടെ കല്യാണത്തിന് വൈഫിനിട്ട മോതിരം എന്തായിരുന്നു? ഈ ചിപ്പിൽ നിന്നൊക്കെ ഗോൾഡ് എടുത്ത് അത് എടുത്ത് അല്ലേ? കേട്ടില്ലേ നിങ്ങൾ? M4 ടെക് എന്ന് പറയുന്ന പുള്ളിയുടെ. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ അതിന്റെ സയന്റിഫിക് കാര്യം കൂടി ഓർത്ത് നോക്കണം. എന്തിനു വേണ്ടിയിട്ടാ ഗോൾഡ് ഉപയോഗിച്ചേ? അതൊക്കെ പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടാ? കണ്ടക്ടിവിറ്റി അല്ലെ? ഓർത്ത് നോക്കുക. ഇതൊക്കെ എന്താ? കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി കൂടുതലുള്ളത് എന്തായിരിക്കും? ഗോൾഡ്. അത് കഴിഞ്ഞാൽ കോപ്പർ. കോപ്പർ ഒക്കെ വരാൻ കാരണം എന്താ? കോപ്പർ വയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ? കോപ്പർ വയേഴ്സ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ കോപ്പർ എന്താണ്? ആക്ച്വലി ഗുഡ് കണ്ടക്ടർ ആണ് എന്ന് പറയുമ്പോൾ അതിന്റെ കാപ്പ എന്ന് പറയുന്നത് ഹൈ വാല്യൂ ആയിരിക്കും കേട്ടോ. കാപ്പ. അപ്പൊ കാപ്പ ഹൈ ആവുമ്പോ ഇവിടെ കണ്ടോ, കാപ്പ ഹൈ ആവുമ്പോൾ ജി കണ്ടക്ടൻസ് ബെസ്റ്റ് കണ്ടക്ടർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും കേട്ടോ. പ്രാക്ടിക്കലി പഠിക്കുന്നതിന്റെ റിലവൻസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. ഓർക്കുക. അപ്പൊ മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാം. ദെൻ നെക്സ്റ്റ് ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ചാപ്റ്റർ എന്തിനാണ് പഠിച്ചത്? ഒന്നും കൂടി ആലോചിച്ചു. ഈ ചാപ്റ്റർ എന്താണ്? ആക്ച്വലി ബാറ്ററി ആണ് അല്ലെ? ആ ബാറ്ററിയിൽ നമ്മളൊരു മെറ്റൽ എടുക്കുന്ന സമയത്ത് അതിൽ വരുന്ന ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇത് എടുത്തു കഴിഞ്ഞിട്ട് അവർ അടുത്ത ടോപ്പിക് ബാറ്ററിയിൽ നിങ്ങൾക്കറിയാം ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും അല്ലെ? ഇലക്ട്രോലൈറ്റ്. അതിൽ ബെസ്റ്റ് ഇലക്ട്രോലൈറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ബെസ്റ്റ് ഇലക്ട്രോലൈറ്റിലേക്ക് എത്താം. ഇപ്പൊ ഇത്രയും സമയം പഠിച്ചത് മെറ്റൽസും ബാക്കി കാര്യങ്ങളിലൊക്കെയാണ്. ഇനി അതുപോലെ ഇലക്ട്രോലൈറ്റിനെ കുറിച്ച് പറയുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഹെഡിങ് ആദ്യം എഴുതി വെച്ചു കേട്ടോ. എന്നിട്ട് ഡെറിവേഷൻ എഴുതിയാൽ മതി. ഹെഡിങ് ഇതാണ്: കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻ. കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻ. Conductance of electrolytic solution. Conductance of electrolytic solution. Underline ചെയ്യാം. അതിൽ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഇതിന്റെ ഡിറൈവ് ചെയ്യുന്ന ഒരു ഏരിയയിലേക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. The electrical resistance of any object. The electrical resistance of any object is directly proportional to its length
L, the electrical resistance of any object is directly proportional to its length L and inversely proportional to its area of cross section, A, capital A, its area of cross section, capital A. Then equation are directly proportional to L and A. Conductivity. G conductance. ഇവിടെ ഓരോന്നും എടുത്തതാണ്. ഈ റോ എന്താ? റെസിസ്റ്റിവിറ്റി. ഇതൊക്കെ ഓരോന്നും എടുത്ത് എഴുതണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ മെൻഷൻ ചെയ്യണം. നിങ്ങൾക്ക് അറിയാവുന്ന G എന്തായിരുന്നു? കണ്ടക്ടൻസ്. ഇവിടെ ഓർത്ത് നോക്കാം. റോ കണ്ടക്ടിവിറ്റി. then kappa കണ്ടക്ടിവിറ്റി, റോ റെസിസ്റ്റിവിറ്റി. സോറി, ഇത്ര എടുത്ത് എഴുതി കഴിഞ്ഞിട്ട് മറ്റേ നമ്മളൊക്കെ ഒന്ന് എടുത്ത് എഴുതണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവില്ല. G conductance, rho resistivity, rho resistivity. G conductance. G conductance, capital G conductance, rho resistivity. Resistivity യുടെ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതി വെച്ചേക്കുക. Specific resistance of an substance. Specific resistance of an substance. Specific resistance of an substance. അപ്പോൾ എന്തായിരിക്കും? കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് ആൻ സബ്സ്റ്റൻസ്. ഈ ക്വസ്റ്റ്യൻ ബോക്സിൽ നോക്കുക. ഇതാണ് നിങ്ങൾക്ക് എക്സാമുകൾക്ക് വരാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് ചാൻസ് കേട്ടോ. നോക്കാം ഏതിന്റെ കാര്യം നമുക്ക് കണ്ടതാണ്. സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് ആൻ സബ്സ്റ്റൻസ്. ജി. അപ്പോൾ അവര് ചിലപ്പോൾ ഇത് തരും, ഇത് തരും, ഉപയോഗിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം എനിവൺ ആയിരിക്കും കേട്ടോ. നോക്കാം. G kappa into A by L. ടേം എടുത്തിരുന്നോടാ, അല്ലെങ്കിൽ പിന്നീട് കിട്ടില്ല കേട്ടോ. നോക്കാം. യൂണിറ്റുകൾ ഒന്ന് എഴുതി വെക്കണം കേട്ടോ. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? ഓം. അതൊക്കെ അറിയാലോ നിങ്ങൾക്ക്. അതിലേക്ക് ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. റെസിസ്റ്റൻസ്, യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്തായിരിക്കും കേട്ടോ? ആർന്നൊക്കെ തരുമ്പോൾ നിങ്ങൾക്ക് ഓം എന്നാണ് കേട്ടോ. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓം. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓം. നോക്കാം. അടുത്ത് എഴുതി വെക്കുക. SI യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ് ഈസ് Siemens. 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 ക്യാപിറ്റൽ എസ് എന്നാണ് അത് റെപ്രസെന്റ് ചെയ്യുക. SI യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ്. കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ ജിയിലെ SI യൂണിറ്റ്, അതിന്റെ SI സിസ്റ്റം ഇന്റർനാഷണലിലേക്ക് കേട്ടോ. SI യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ് ഈസ് Siemens. SIEMENS. Siemens കേട്ടോ. സീമെൻസിന് S എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഓർ എന്താണ്? ഓം റേസ് ടു മൈനസ് 1 കേട്ടോ. ഓം റേസ് ടു മൈനസ് 1. S ഓർ എന്താണ്? S സീമെൻസിനാണ്. ഓർ എന്താണ്? അല്ലെങ്കിൽ ഇത് ഈക്വൽ ആണ്. ഓർ ഓം റേസ് ടു മൈനസ് 1 കേട്ടോ. സീമെൻസിന് S എന്നാണ് കൊടുക്കുക കേട്ടോ. ദെൻ എന്തായിരിക്കും? അല്ലെങ്കിൽ ഓം റേസ് ടു മൈനസ് 1 കേട്ടോ. നോക്കാം. ഒന്ന് എഴുതി വെച്ചേക്കണം. കണ്ടക്ടൻസ്.
അടുത്ത ലൈനില് the SI unit of conductivity, the SI unit of conductivity, the SI unit of conductivity. Siemen m raised to മീറ്ററിന്റെ ആണ് -1 കേട്ടോ. Siemen m raised to -1 കേട്ടോ. ഇതാണ് SI unit of conductivity, conductivity കേട്ടോ. Siemen S പിന്നെന്താ meter raised to -1 കേട്ടോ. meter raised to -1 ഇത്ര ഓർത്തോ കേട്ടോ. കാരണം വൺ വേർഡ് ആയിട്ട് ഉള്ളതുകൊണ്ടേ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ കയറി വരാം കേട്ടോ. ഓർക്കുക വേണമെങ്കിൽ കയറി വരാം കേട്ടോ. ഓർക്കുക കഴിഞ്ഞ വർഷം മുതൽ അങ്ങനെ കുഞ്ഞ് ഏരിയാസിന്ന് വരെ ക്വസ്റ്റ്യൻസുകൾ അവർ ചോദിക്കുന്നൊരു ഒരു ടെൻഡൻസീസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഏരിയാസിലും ചെറിയ കാര്യങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. ഈ ഓം റേസ് ടു -1 നമ്മൾ വിളിക്കുന്ന വേറെ പേരുണ്ട്, മോ എന്ന് വിളിക്കും, MHO. അതറിയാമോ നമുക്ക്? ലിങ്ക് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഓം റേസ് ടു -1 MHO, മോ കേട്ടോ. ഈ ഓം റേസ് ടു -1 വേറൊരു പേരുണ്ട് MHO. ഇത് കണ്ടില്ലെങ്കിൽ വേണ്ട കേട്ടോ. നോക്കാം, ആ സീമെൻസ് എഴുതിയില്ലേ ഇവിടെ MHO കേട്ടോ. ഇതിന്റെ പേരാണ് ഓം റേസ് ടു -1 കേട്ടോ. ഓം റേസ് ടു -1 വിളിക്കുന്നത് എന്താ? മോ. ഓം എന്താണ് ആക്ച്വലി? അതെ കേട്ടോ. നോക്കാം, ഓമിനെ തിരിച്ചിടുന്നു കേട്ടോ. ഓക്കെ, ഓം എന്നുള്ള തിരിച്ചു കേട്ടോ. ഇൻവേഴ്സ് ആക്കി എഴുതുന്നു. ആ തിരിച്ചിട്ടോ ഒന്ന് എഴുതി വെച്ചേ കേട്ടോ. അത്രേ. നെക്സ്റ്റ് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക. ഇതിന്റെ അണ്ടറിൽ വരുന്ന നെക്സ്റ്റ് പോയിന്റ് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ metallic conductance and electrolytic conductance. Metallic conductance and electrolytic conductance. Metallic conductance and electrolytic conductance. And the first subheading is metallic conductance. Metallic conductance features on it. Metallic conductance features on it. Metallic conductance underline ചെയ്യാം. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് മെറ്റാലിക് കണ്ടക്ട്, മെറ്റൽ കണ്ടക്ട് ചെയ്യും. വാട്ട് ഇസ് ദ റീസൺ? ഫ്രീ ഇലക്ട്രോൺ. പണ്ട് മുതലേ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു മെറ്റലിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട്. റീസൺ ചോദിച്ചാൽ എന്താണ് ആക്ച്വലി? ഫ്രീ ഇലക്ട്രോൺ. ഒരു വുഡിൽ കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യോ? ഇല്ല. വൈ? അതിൽ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല, അങ്ങനെ പറയാം അല്ലേ? അപ്പോൾ ആ ഒരു പോയിന്റ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസസ്. മെറ്റാലിക് കണ്ടക്ടൻസ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ്? മെറ്റലിൽ വരുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ കണ്ടക്ടൻസ് ഡിക്രീസ് ചെയ്യും. കണ്ടക്ടൻസിന്റെയും ഡിക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ നല്ല കമ്പ്യൂട്ടറുകളൊക്കെ പണ്ട് ഇപ്പോഴല്ല പണ്ടൊക്കെ സമയത്ത് AC തണുപ്പിച്ച് അവര് ഒക്കെ ആയിരിക്കും വരുന്നത്. അതിന്റെ ഹീറ്റ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നല്ലതാണ് അല്ലെ? കൂളന്റ് ഒക്കെ വെക്കാൻ കാരണം അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത കണ്ടക്ടൻസിന്റെയും കുറയും കേട്ടോ. നോക്കാം. ദെൻ ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ, ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് അല്ലേ? ലിക്വിഡിലെ ഓപ്പോസിറ്റ് ആയിരിക്കും. ലിക്വിഡിലാണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസസ്, കണ്ടക്ടൻസ് ഓൾസോ ഇൻക്രീസസ്. ഇതാണ് മെയിൻ ഡിഫറൻസ് ഇവർ തമ്മിൽ കേട്ടോ. നോക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നേച്ചർ ഓഫ് മെറ്റൽ ആണ്. നമുക്കറിയാലോ ഒരു മെറ്റൽ ഇപ്പോൾ ഗോൾഡ് ഉപയോഗിക്കുന്നു, അയൺ ഉപയോഗിക്കുന്നു. ഇതിനായിരിക്കും കണ്ടക്ടൻസ് കൂടുതൽ? ഗോൾഡിനായിരിക്കും. അത് അതിന്റെ നേച്ചറാണ്. അപ്പോൾ അത് ആദ്യത്തെ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് എഴുതി വെച്ചോ. മെറ്റാലിക് കണ്ടക്ടൻസിലെ ഫസ്റ്റ് പോയിന്റ് ദ നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി മെറ്റൽ. ഫസ്റ്റ് പോയിന്റ് the nature and structure of the metal. The nature and structure of the metal. The nature and structure of the metal. Second point, next line la second point eduthuka. The number of valence electron per atom. 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 Third point, next line.
temperature increases conductance എന്ത് പറ്റും decreases. Temperature increases, conductance decreases. Temperature increases, conductance decreases. ഇത്രയും പോയിന്റ്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് അടുത്ത ഹെഡിങ് എന്തായിരിക്കും? ഇലക്ട്രോലിറ്റിക് കണ്ടക്ടൻസ്. കേട്ടോ, നെക്സ്റ്റ് ഹെഡിങ് എഴുതി നോക്കാം. ഇലക്ട്രോലിറ്റിക് കണ്ടക്ടൻസ്. അതിന്റെ വേറെ പേര് അയണിക് കണ്ടക്ടൻസ് എന്ന് പറയും. കേട്ടോ, അയോണുകളാണ് അല്ലേ, അതുകൊണ്ട് അയണിക് കണ്ടക്ടൻസ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് ഹെഡിങ് ഇലക്ട്രോലിറ്റിക് കണ്ടക്ടൻസ്. അണ്ടർലൈൻ ചെയ്യാം. ഇവിടെയും ആദ്യത്തെ പോയിന്റ് സെയിം തന്നെയാണ്. എന്താണ്? ഇലക്ട്രോലൈറ്റിന്റെ നേച്ചർ മാറിക്കഴിഞ്ഞാൽ അല്ലെ, നിങ്ങളൊരു ലിക്വിഡ് എടുക്കുന്നു, ആ ലിക്വിഡ് എന്ന് പറയുന്നത് എന്താണ്, അയോണുകൾ ഡിഫറെന്റ് ആണെങ്കിൽ കണ്ടക്ടൻസ് എന്താവും? ഡിഫറെന്റ് ആവും. പ്യൂർ വാട്ടർ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും? ഇല്ല. വൈ? അതിൽ ഫ്രീ അയോൺസ് ഇല്ല അല്ലെ. സോൾട്ട് ഇട്ടാൻ പറ്റും Na+Cl-. അപ്പൊ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും? പാസ് ചെയ്യും അല്ലെ. നോക്കാം, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് 10th നിങ്ങൾ ഗ്ലൂക്കോസ് സൊല്യൂഷൻ, അത് ഇവിടെ ഇലക്ട്രിസിറ്റി പോകില്ല. വൈ? അതിലെന്തില്ല? അയോണുകളില്ല അല്ലെ. അയോൺസ് ഉണ്ടെങ്കിൽ അത് ഇലക്ട്രിസിറ്റി വരും. കേട്ടോ, ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. The nature of the electrolyte. First point, the nature of the electrolyte added. The nature of the electrolyte added. അപ്പോൾ കൂടുതൽ കാറ്റയോണും ആനിയോണും ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ഗുഡ് അല്ലേ, കണ്ടക്ടർ ആകും. The nature of the electrolyte added. Second point, അടുത്ത ലൈനിൽ എഴുതുക. Size of the ion. Size of the ion. Ion എന്ന് പറഞ്ഞാൽ എന്താ? Cation or anion. The size of the ion produced and their solvation. Size of the ions produced and their solvation. സോൾവേഷൻ. സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡിസോൾവ് ആകണം അല്ലെ. അയോൺ ഉണ്ടാകണം, അത് നന്നായിട്ട് ഡിസോൾവ് ചെയ്യുന്നതാണെങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ? ഗുഡ് കണ്ടക്ടർ ആവും. Size of the ion produced and their solvation. Third, the nature of the solvent. The nature of the solvent and its velocity. The nature of the solvent and its velocity. The nature of the solvent and its velocity. Fourth point, concentration of the electrolyte. Fourth point, concentration of the electrolyte. Concentration of the electrolyte. Fifth point, temperature increases എന്ത് പറ്റും? ഫോർത്ത് പോയിന്റ് നോട്ട് റിപ്പീറ്റ് ചെയ്യാം. കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. ഫിഫ്ത്ത് പോയിന്റ്, ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്ത് പറ്റും? കണ്ടക്ടൻസ് ഓൾസോ ഇൻക്രീസസ്. ടെമ്പറേച്ചർ ഇൻക്രീസസ്, കണ്ടക്ടൻസ് ഓൾസോ ഇൻക്രീസസ്. ഈ ചാപ്റ്റർ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നല്ലൊരു ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബാറ്ററി ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ന് പഠിപ്പിച്ച സ്റ്റോറി പോലും ഒന്ന് പറയാം കേട്ടോ, ഓർത്ത് വെക്കാം. ഇന്ന് നമ്മൾ നെയിൻസ്റ്റ് ഇക്വേഷൻ അണ്ടറിൽ കുറച്ച് ഇക്വേഷൻ പഠിച്ചു. അവിടെ ഇക്വിലിബ്രിയം ആണെങ്കിൽ 0 ആയി പോകും അല്ലെ. അപ്പൊ ബാറ്ററി വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അതെന്താകും? ഫോർവേഡും ബാക്ക്വേർഡും ഈക്വലായി ഇക്വിലിബ്രിയം ആണ്. അപ്പൊ ആ ഇക്വിലിബ്രിയം ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യും എന്നുള്ള തിയറട്ടിക്കൽ ഏരിയ ആണ് ΔG ടു എന്താണ് -NF അല്ലെ. ഓർത്ത് നോക്കാം, നിങ്ങൾ ഓർത്ത് നോക്കിയത് ഇവിടെ ഒരു ഇൻവെർട്ടർ ഉണ്ട് അല്ലെ. ഓർത്ത് നോക്കാം, ആ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുന്നില്ല. അയാൾ വന്നിട്ട് ΔG ഒക്കെ നോക്കിയിട്ടാണോ ചെയ്യുന്നത്? ΔG -NF ഇട്ട് കാൽക്കുലേറ്റ് അങ്ങനെയാണോ ചെയ്യുക? ഇല്ല, എൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നോക്കുള്ളൂ. പക്ഷെ അതൊക്കെ എവിടെയായിരിക്കും വർക്ക് ചെയ്യുന്നത്? ആ ബാറ്ററി ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയിൽ എന്ത് ചെയ്യും? ആ വാല്യൂ ഒക്കെ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് എന്നിട്ടായിരിക്കും പുതിയ പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പുതിയ ബാറ്ററി നമ്മൾ ഇന്നോവേറ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് പഠിപ്പിച്ചതായിരുന്നു നമ്മൾ അല്ലെ, ഒരു മെറ്റൽ വയർ എടുക്കുകയാണെങ്കിൽ ആ മെറ്റൽ വയറിന്റെ കണ്ടക്ടൻസ് എന്തിനാണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലെ, റെസിസ്റ്റൻസ്, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈ കഥയൊക്കെ ക്ലിയർ ചെയ്ത് പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇലക്ട്രോലൈറ്റ്. ബാറ്ററിയിൽ ലിക്വിഡ് ഉണ്ട് അല്ലെ, ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ആ ഇലക്ട്രോലൈറ്റ് ഏത് ടൈപ്പ് ആയിരിക്കണം? എങ്ങനെയായിരിക്കണം? അതിൽ കാറ്റയോൺ ഉണ്ട്, ആനിയോൺ ഉണ്ട് അല്ലെ. അപ്പൊ അയോൺസുകൾ ഉണ്ടാകണം അല്ലെ. അയോൺസ്
അയോൺസ് എന്ന് പറയുമ്പോൾ കാറ്റയോൺ ആൻഡ് ആനിയോൺ. ആ അയോൺസുകളുടെ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ് എന്തായിരിക്കും, ഇലക്ട്രോലൈറ്റ് ആയിരിക്കും. അത്രയായി. ഇനി നമ്മൾ കൊണ്ടുവരുന്ന അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ജി സ്റ്റാർ എന്ന് പറഞ്ഞാൽ സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെച്ചേ സെൽ കോൺസ്റ്റന്റ്. സബ് ഹെഡിങ് ഇതിന്റെ നേരത്തെ മെയിൻ ഹെഡിങ്ങിന്റെ അടിയിലാണ് ഇതെല്ലാം വരുന്നത് കേട്ടോ. കൊച്ചു കൊച്ചു ഹെഡിങ്ങുകളാണ്. സെൽ കോൺസ്റ്റന്റ്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഹെഡിങ് മെഷർമെന്റ് ഓഫ് ദ കണ്ടക്ടിവിറ്റി ഓഫ് അയണിക് സൊല്യൂഷൻ ആണ്. ഞാൻ ആ ഹെഡിങ് അവോയ്ഡ് ചെയ്തിട്ട് നേരെ സെൽ കോൺസ്റ്റന്റ് എന്ന് എഴുതാൻ മെയിൻ ഒരു കാരണമുണ്ട്. സെൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇക്വേഷൻ ആണ് എഴുതുന്നത്. സെൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ആണ് ഇവിടെ എഴുതുന്നത്. ജി സ്റ്റാർ ഈക്വൽ ടു ആർ കാപ്പ. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ഇക്വേഷൻ. അതിന്റെ പർപ്പസ് ഒരു ഇങ്ങനെ എടുത്ത് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതിൽ പ്രാക്ടിക്കൽ മീനിങ് ഒന്ന് ഓർത്ത് നോക്കാം. നമ്മളൊരു സെല്ല് എടുക്കുകയാണ്, ഒരു ബാറ്ററി അറിയാലോ, പല ടൈപ്പ് ബാറ്ററി ഉണ്ട്. ഇപ്പോൾ മൊബൈൽ ആണെങ്കിൽ മൊബൈലിൻ്റെ ഒരു ബാറ്ററി എടുത്തു കൈ പിടിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന റിമോട്ടിലെ ബാറ്ററി ഒക്കെ കൈ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ലെങ്ത് എന്തായിരിക്കും? ലെങ്ത് ഇടക്കിടക്ക് മാറ്റുമോ നിങ്ങൾ? ബാറ്ററി പിടിച്ചു പോകും? ഇല്ല. അതെന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കില്ലേ? അപ്പോൾ അവിടെ ലെങ്ത് സെയിം ആണ്, ആർ എന്താണ്? സെയിം ആണ്. അങ്ങനെ ലെങ്ത്തും ആറും സെയിം ആണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഔട്ട് എന്തായിരിക്കും? ഒരേ വാല്യൂ ആയിരിക്കും. അതാണ് ജി സ്റ്റാർ. ജി സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രിസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞു, പ്രാക്ടിക്കൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം. പണ്ട് എൻ്റെ ഒരു സാംസങ്ങിന്റെ ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു ഫോൺ ഉണ്ടായിരുന്നു. പണ്ടത്തെ ഫോണാണ്. ആ ഫോണിന്റെ ബാറ്ററി ബൾജായി. എന്നിട്ട് ഞാനത് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. അപ്പൊ അങ്ങനെ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ മൊബൈൽ ഷോപ്പിൽ മാറ്റാനായിട്ട് ബാറ്ററി വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ ആ ബൾജ് വെച്ച് ബാറ്ററി ബൾജായി. അങ്ങനെ വരുന്ന സമയത്ത് അത് അവിടെ കൊണ്ടുവന്ന് മാറാനായിട്ട്. അപ്പോൾ മാറുന്ന സമയത്ത് ആ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ബാറ്ററി ബൾജായിട്ടുണ്ട്, പുതിയ ബാറ്ററി വെക്കണം. ഇതിപ്പോൾ എത്ര നാൾ ഉപയോഗിച്ചു എന്ന് വെച്ചു. ഭാഗ്യമുണ്ട് കേട്ടോ, അതിന്റെ മദർ ബോർഡ് അടിച്ചു പോയി. എന്തുകൊണ്ടായി അത് പറഞ്ഞാൽ ഈ സാധനം മനസ്സിലായി. എന്തായിരുന്നു പറഞ്ഞത്? അൺഈവൻ കറണ്ട്. അൺഈവൻ കറണ്ടിന്റെ റീസൺ ഇയാൾ പറഞ്ഞു എന്തുവായിരുന്നു? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറി ബൾജായപ്പോ എന്ന് പറഞ്ഞാൽ എന്താ? എ മാറി. ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മാറുമ്പോൾ അവിടെ നിന്ന് അൺഈവൻഡ് ആയിട്ട് ഇലക്ട്രിസിറ്റി വരും. അതിന് കറക്റ്റ് വാല്യൂ ആയിരിക്കില്ല വരണേ. ഒരു പെർട്ടിക്കുലർ വാല്യൂലാണ് നിങ്ങളുടെ ആ മദർ ബോർഡ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. അതിൽ ഇലക്ട്രിക് ഫ്ലക്ച്വേഷൻ വന്നാൽ പറ്റും, അത് പോകും. അത് വലിയ സാധനത്തിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഇൻവെർട്ടർ അല്ലെ. ഇപ്പൊ ഇവിടെ എ സി ഉണ്ട്, അതിൽ ഇൻവെർട്ടർ ഉണ്ട്. അത് ഒരേ ഇത് വരാൻ വേണ്ടിയിട്ടാണ്. സ്റ്റെബിലൈസർ ഇൻവെർട്ടർ അല്ല, മാറിപ്പോയി. സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ട് വരും. ഈ ഇതുപോലെയുള്ള ഡി സി ആയിട്ടുള്ള ചെറിയ ഡിവൈസുകളിൽ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് വരുന്ന എല്ലാം ഒരേ ഡയറക്ഷൻ ആണ്, അത് മാറും. പഠിച്ചു. അപ്പൊ സെൽ കോൺസ്റ്റന്റ് പഠിക്കുന്നതിന്റെ പർപ്പസ് കൊടുത്തു. അല്ലാതെ നമ്മൾ പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ലെങ്ത്, അത് എന്തിനു വേണ്ടി പഠിച്ചു എന്ന് നോക്കുക. ഒരു പെർട്ടിക്കുലർ ബാറ്ററി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ ബാറ്ററിയിൽ നിന്ന് അൺഇവന്റ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി വന്നാൽ അതിലുപയോഗിക്കുന്ന സർക്യൂട്ടുകളൊക്കെ എന്ത് പറ്റും? പോകും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അതാണ് ഈ സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ഏരിയ കേട്ടോ. നോക്കാം. അപ്പോൾ സെൽ കോൺസ്റ്റന്റ് താഴെ ആദ്യം ഇക്വേഷൻ ജി സ്റ്റാർ എന്നാണ് സെൽ കോൺസ്റ്റന്റ് കേട്ടോ. ജി സ്റ്റാർ ഈക്വൽ ടു ആർ കാപ്പ. G star equal to R kappa. Or G star equal to L by A. L by A. രണ്ട് ഇക്വേഷൻ എഴുതിയുള്ള G star equal to R kappa or G star equal to L by A. താഴെ എഴുതി വെക്കാം. The quantity L by A is called cell constant. കേട്ടോ, ഇതൊരു ബോക്സിലാക്കി വെക്കണം കേട്ടോ. ഈ ഇക്വേഷൻ ഒന്ന് ബോക്സിലാക്കി വെക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ആവശ്യമുള്ള ഇക്വേഷൻസും ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ് ഈ ബോക്സിലാക്കി വെക്കുന്നത് കേട്ടോ. The quantity L by A is called cell constant.
the quantity L by A is called cell constant, denoted by the symbol. The quantity L by A is called cell constant, denoted by the symbol G star. Denoted by the symbol G star. G star full stop. It depends on the distance between the electrode and their area of cross section. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒരു അൺനോൺ റെസിസ്റ്റന്റ് വീസ്റ്റൺ ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്, ഒരു പിക്ചർ അടക്കം. അത് നിങ്ങൾക്ക് വരില്ല, ഫിസിക്സിന്റെ ഏരിയ ആണ്. അൺനോൺ റെസിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ഇക്വേഷൻ ആണ് R2 = R1 × R4 / R3 എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ആയിട്ട് വരുന്നതാണ്. ഫിസിക്സിന്റെ ഏരിയ ആണ്, അത് വരില്ല, ചെറിയൊരു ഇക്വേഷൻ ആണ് കേട്ടോ. ഇതെല്ലാം വരും. ഇപ്പൊ എഴുതിയേക്കുന്നതൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ വരും കേട്ടോ. എഴുതിയേക്കുന്ന എല്ലാം ആവശ്യമുള്ളത് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. നോക്കാം. നെക്സ്റ്റ് അടുത്ത സബ് ഹെഡിങ് ആണ് മോളാർ കണ്ടക്ടിവിറ്റി. സെൽ കോൺസ്റ്റന്റ് കഴിഞ്ഞാൽ അടുത്ത സബ് ഹെഡിങ് മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഒരു ഡെഫിനിഷൻ ഒന്ന് എഴുതി വെച്ചു, അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ സൊല്യൂഷൻ molar conductivity of a solution at a given concentration. Molar conductivity of a solution at a given concentration is the conductance of the volume of solution. Is the conductance of the volume of solution containing 1 mole of electrolyte. 1 mole of electrolyte kept between two electrode with area of cross section A and area of cross section capital A കേട്ടോ. area of cross section capital A and distance of unit length. Unit length എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? യൂണിറ്റ് ലെങ്ത് കേട്ടോ. യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോഴും 1 ആയിട്ടായിരിക്കും. മോളാർ കണ്ടക്ടിവിറ്റി ഇക്വേഷൻ ഉണ്ട്. മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ m = molar conductivity lambda m equal to kappa divided by c. ഇത് ക്യാപിറ്റൽ ലാംഡ ഉണ്ട്. ഇങ്ങനെ എഴുതാം കേട്ടോ. രണ്ട് രീതിയിൽ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്, ഇങ്ങനെ എഴുതി വെച്ചു. അപ്പോൾ കുഴപ്പമില്ല. ഇത് സ്മോൾ, ഇത് ക്യാപിറ്റൽ. ടെക്സ്റ്റ് ബുക്കിൽ ഇതാണ് കിടക്കുന്നത്, ഇങ്ങനെ എഴുതാം. രണ്ട് റൈറ്റ് ആണ് കേട്ടോ. ഇത് കാപ്പ, ഇതാ കാപ്പ ഡിവൈഡ് ബൈ സി. കാപ്പ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടക്ടിവിറ്റി. ഇതിൽ കുറച്ച് തരുമ്പോൾ അങ്ങനെ മാറരുത്. കാപ്പ കണ്ടക്ടിവിറ്റി, ജി കണ്ടക്ടൻസ്.
ലാംഡയും മോളാർ കണ്ടക്ടിവിറ്റി കേട്ടോ, ഓർത്ത് നോക്കാം. മോളാർ കണ്ടക്ടിവിറ്റി കേട്ടോ. ഇനിയും വരുന്നുണ്ട് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഉണ്ട് കേട്ടോ. ഒരേ ടേമിൽ ഇങ്ങനെ 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 ആളുകൾ മാറിപ്പോരുത്. ഇതിനൊരു അടുത്ത ഇക്വേഷൻ കൂടി ഉണ്ട്. ലാംഡ എം ഈക്വൽ ടു ഇങ്ങനെ എഴുതിക്കുക, ഇങ്ങനെ കുഴപ്പമില്ല. കാപ്പ ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. മൊളാരിറ്റി ആണ് മിക്കപ്പോഴും ഉപയോഗിക്കാറ്. മൊളാരിറ്റി ഇൻറ്റു 1000. മൊളാരിറ്റി വന്ന 1000. ഈ സി എന്ന് പറയുന്നത് എന്തുവാകാം? സി എന്ന് പറയുമ്പോൾ മോൾ ഫ്രാക്ഷൻ തരാം, പലത് തരാം. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും ഇതാണ് വരുന്നത്. അപ്പൊ ഇത് മാത്രം ബോക്സിലാക്കി വെക്കാം. പ്രാക്ടിക്കലി നമ്മൾക്ക് മാത്തമാറ്റിക്കലി കൂടുതൽ വരുന്നത് ഇതാണ്. അതുകൊണ്ടാണ് ഇത് മാത്രം ഒന്ന് ബോക്സിലാക്കി വെക്കാം കേട്ടോ. നോക്കാം. സി എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് തരുന്ന ക്വസ്റ്റ്യനിൽ വേറെ മൊളാരിറ്റിക്ക് പകരം വേറെ എന്തെങ്കിലും തന്ന ഈക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തു പോകാം. അതേസമയത്ത് മൊളാരിറ്റി ആണെങ്കിൽ അത് എന്താണ് ഇൻറ്റു 1000 കേട്ടോ. അതുകൊണ്ട് നെക്സ്റ്റ് ടേം ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അടുത്ത ടേം കേട്ടോ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയില് വരുന്നൊരു ടേം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് ഡൈലൂഷൻ, അല്ലെങ്കിൽ അവർ പറയുന്നത് മോളാർ കണ്ടക്ടൻസ് അപ്രോച്ചസ് ടു സീറോ എന്നാണ്. അപ്പൊ ആദ്യം ഒന്ന് ഡെഫിനിഷൻ എഴുതാം, അത് കഴിഞ്ഞിട്ട് എന്താന്നൊക്കെ പറഞ്ഞു കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് ആദ്യം എഴുതി കേട്ടോ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഇത് ഡിനോട്ട് ചെയ്യുന്നത് ലാംഡ നോട്ട് എം എന്നാണ്. അപ്പൊ ലാംഡ മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ നോട്ട് എം ബ്രാക്കറ്റിൽ ഇങ്ങനെ ഹെഡിംഗിൽ കൊടുത്തു കേട്ടോ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ നോട്ട് എം. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ നോട്ട് എം. ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ ആദ്യം എഴുതാം, എന്നിട്ട് എന്താന്ന് പറഞ്ഞുതരാം കേട്ടോ. ആദ്യത്തെ പോയിന്റ് എഴുതി വെച്ചോ. when concentration approaches zero, when concentration approaches zero, the molar conductivity is known as limiting molar conductivity. When concentration approaches zero, the molar conductivity is known as limiting molar conductivity. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ ആയിട്ട് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി പറഞ്ഞേക്കുന്നത്. When concentration approaches zero, the molar conductivity is known as limiting molar conductivity. Okay, ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ വേർഡ്. ഈ ഗൈഡുകളിൽ കൂടുതൽ കാണുന്ന ഒരു വേർഡ് ഇതല്ല. ഇൻഫിനിറ്റ് ഡൈലൂഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസിൽ അവർ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്നുള്ള വേർഡ് ഉപയോഗിക്കില്ല. അതിന് പകരം അവർ എന്ത് ഉപയോഗിക്കും? മോളാർ കണ്ടക്ടിവിറ്റി ആൻഡ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ എന്ന് പറഞ്ഞൊരു വേർഡ് തരും. അപ്പൊ അത് കിട്ടാൻ വേണ്ടി അടുത്ത പോയിന്റ് എഴുതി നോക്കുക. മോളാർ കണ്ടക്ടിവിറ്റി ആൻഡ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. ഇല്ല, പോയിന്റ് അടുത്ത പോയിന്റ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ അടുത്ത ഡെഫിനിഷൻ ആണ് ആക്ച്വലി കേട്ടോ. എന്തായിരിക്കും? മോളാർ കണ്ടക്ടിവിറ്റി ആൻഡ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. ഇൻഫിനിറ്റ് ഡൈലൂഷൻ ഇതാണ് മിക്ക ഗൈഡുകളിൽ അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ നമ്മൾ എഴുതി അല്ലേ? ഓർത്തോക്കാം. ഇത് എന്താന്ന് പറഞ്ഞാൽ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഇതൊക്കെ എഴുതി വെച്ചു. ഈ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന സമയത്ത് എന്താ ഈ മോളാർ കണ്ടക്ടിവിറ്റി? നേരത്തെ പറഞ്ഞു 1 മോള് അല്ലേ? 1 മോള് ഇലക്ട്രോലൈറ്റ് ഉണ്ടെങ്കിൽ അത് എത്ര കണ്ടക്ട് ചെയ്യും അതിനെയാണ് എന്ത് വിളിക്കുന്നത്? മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ. അപ്പോൾ ഇവിടെ നമ്മൾ മോളിന് പകരം ഡസൺ കണ്ടക്ടിവിറ്റി പറഞ്ഞു. ഡസൺ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 12. ഇവിടെ നിങ്ങളൊക്കെ ഇലക്ട്രോൺ ആണെന്ന് കരുതാം. നിങ്ങളൊക്കെ ഞാൻ ഇലക്ട്രോൺ ആയിട്ട് കരുതി ഇമാജിൻ ചെയ്യാം. ഈ ഇലക്ട്രോൺസ് എടുത്തുകൊണ്ട് പോകുന്ന കാരിയർ അല്ലെ? ഓർത്ത് നോക്കാം. അപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ നിന്ന് ഈ ഇലക്ട്രോൺ അല്ലെ, ഇയാൾ ഇലക്ട്രോൺ ആണ്, ഇലക്ട്രോണിനെ പിടിച്ചിട്ട് അപ്പുറത്ത് കൊണ്ടുവന്ന് കൊടുക്കും അല്ലെ, ഇങ്ങനെ 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 പാസ് ചെയ്ത് കൊടുക്കും. അതാണ് ആ കണ്ടക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ടുവരുന്ന ഒരു കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഗ്ലാസ് വാട്ടർ എടുത്തു.
ആ വാട്ടർ എടുത്തിട്ട് പ്യുവർ വാട്ടർ ആണ് ഇലക്ട്രിസിറ്റി കൊടുത്തു, എന്ത് ചെയ്യുന്നില്ല, പ്യുവർ വാട്ടർ ഇലക്ട്രിസിറ്റി പാസ്സാവോ? എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ വലിയൊരു ബീക്കർ എടുത്തേ, ആ വലിയ ബീക്കറിലേക്ക് ഒരു ചെറിയ മില്ലി ആയിട്ട് ഒരു ഡ്രോപ്പ് ആ വാട്ടറിലേക്ക് ഇട്ടു. NaCl സോൾട്ട് ആണ് ഇട്ടത്. സോൾട്ട് ഇട്ടിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ നോക്കി, ആവുന്നില്ല, കറണ്ട് പോകുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? NaCl ഇട്ടല്ലോ, NaCl ഇട്ടു, ഒരു ഡ്രോപ്പ് ഇട്ടെ, വലിയൊരു ബീക്കറാണ്. എന്നിട്ട് ഇലക്ട്രിസിറ്റി അതിൽ പാസ്സാവാൻ നോക്കി, എന്തായില്ല, പാസ്സായില്ല. അടുത്തൊരു ഡ്രോപ്പ് ഇട്ടു, അടുത്ത ഡ്രോപ്പ് ഇട്ടപ്പോ അതിവിടെ ഇലക്ട്രിസിറ്റി പത്തക്കനെ ചെറിയൊരു ഫ്ലക്ച്വേഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങി. അതാണ് മിനിമം അല്ലെങ്കിൽ ഏറ്റവും ബേസിക് കോൺസെൻട്രേഷൻ. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ നോക്കിയപ്പോൾ 0.001 അത്രേ ഉള്ളൂ, 0.001. അത് ഏകദേശം 0ന്റെ നിയർ ബൈ അല്ലേ? ആ കോൺസെൻട്രേഷൻ ഭയങ്കര കുറവാണ്. അവിടെ തൊട്ട് ഇലക്ട്രിസിറ്റി പാസ്സാകാൻ തുടങ്ങി. ആ കോൺസെൻട്രേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പോൾ കോൺസെൻട്രേഷൻ അപ്രോച്ച് 0 അല്ലെങ്കിൽ ഭയങ്കര മൈന്യൂട്ടിൽ തന്നെ ഇലക്ട്രിസിറ്റി തുടങ്ങുന്നു. ഇനി അത് കണ്ടെത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഇലക്ട്രോലൈറ്റിന്റെ ക്വാളിറ്റി നമുക്ക് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രോലൈറ്റിന്റെ ക്വാളിറ്റി, അത് ഹോൾഡ് ചെയ്യുന്ന പവർ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെക്ക് ചെയ്യുന്നത്. നോക്കാം, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇത്രയും ആൾക്കാരുണ്ട്, നിങ്ങളുടെ അടുത്ത് പറയാണ് അവിടെ നിന്ന് കുറച്ച് ബുക്സ് താഴെ കൊണ്ടുവന്ന് വെക്കണം എന്ന് പറഞ്ഞു കേട്ടോ. നോക്കാം, അങ്ങനെ ബുക്സ് ആണെന്ന് കരുതാം, കുറെ ബുക്സ് ഉണ്ട്, അപ്പൊ ഒരു 50 ബുക്സ് ഉണ്ട് എന്ന് കരുതാം. അപ്പൊ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോ ഇയാള് പറഞ്ഞു ഞാൻ ഒരു 20 ബുക്സ് ഒരുമിച്ചെടുക്കുന്ന ആളാണ്, അയാൾ ഭയങ്കര മസിലൊക്കെ ഉള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പോയി ഇവര് 3 പേരും കൂടി പോയിട്ട് ആ ബുക്സ് ഒക്കെ എടുത്ത് വെച്ചു. അപ്പൊ പെട്ടെന്ന് പുറമേ നിൽക്കുന്ന ഒരാൾ എന്റെ ക്ലാസ് ആണ് ഇത് ചെയ്തതെന്ന് കരുതുന്നത്, ശരിയാണോ അല്ലേ? അപ്പോ ഇതൊരു കുറെ ഇലക്ട്രോലൈറ്റ് ഉണ്ടെങ്കിൽ അതിൽ ആരാണ് എത്ര എടുക്കുന്നു നമുക്ക് അറിയാൻ പറ്റത്തില്ല. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പറഞ്ഞാൽ കുറച്ച് നമ്പർ ഉണ്ടാവും. ഈ ക്ലാസ്സിൽ തന്നെ 2 പേര്, മനസ്സിലായി? ആ 2 പേര് എടുക്കാൻ പറഞ്ഞു അല്ലെ, 2 പേരെടുത്ത് ഒരു 50 ബുക്ക് എടുക്കാൻ പറഞ്ഞു. 2 പേര് സാറേ എനിക്ക് മാത്സ് എടുക്കാനൊക്കെ ഒരു 10 ആണ്, എൻ്റെ വീട്ടിൽ എന്നെ അങ്ങനെയൊന്നും അല്ല, ഒരു ബുക്കൊക്കെ എടുത്ത് പഠിച്ചേക്കണം, മാത്സ് ഒരു 5 ബുക്ക് എടുക്കാനേ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ ഇയാളുടെ ഒരു എനർജി എനിക്ക് മനസ്സിലായി എത്രയാണ് 5. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആരെ ഹെൽപ്പ് ചെയ്യും? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ ലിമിറ്റിംഗ് മോളാറിന്റെ പർപ്പസ് മനസ്സിലാക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഇത്ര എഴുതിയുള്ളൂ, എന്താണ്? ദ കോൺസെൻട്രേഷൻ അപ്രോച്ചസ് 0. അപ്രോച്ചസ് 0 എന്ന് പറഞ്ഞാൽ 0 എന്നാണോ? അല്ല, അത് 0.001 അല്ലെങ്കിൽ 0.007 അത്രയൊക്കെ എത്തുമ്പോൾ അതിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതിനുള്ള എബിലിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്കാം, അപ്പോ അതിന്റെ വേർഡിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ വഴി പറഞ്ഞ 1 മോൾ ഇലക്ട്രോലൈറ്റ് അല്ലെ, അത് ഓൾറെഡി കണ്ടക്ട് ചെയ്യുന്നതാണ് ആക്ച്വലി. അപ്പൊ നമ്മൾ ഈ C ഒക്കെ 1 ആക്കി എടുക്കും, അപ്പൊ ഇതിന് ഇക്വലന്റ് ആക്കി എടുക്കും കേട്ടോ. ഇക്വലന്റ് ആക്കി എടുക്കും. ഇനി ഓർത്ത് നോക്കാം, നിങ്ങൾ ഫിസിക്സിൽ ഒരു ഇതിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ എഴുതാറ്? അതേ രീതിയിൽ എല്ലാത്തിനും ഡെഫിനിഷൻ എഴുതണം. ഇപ്പൊ ഡിഫൈൻ റെസിസ്റ്റിവിറ്റി എന്ന് ചോദിച്ചാൽ എന്ത് എഴുതും? ഫിസിക്സ് ആണെന്ന് എഴുതാം. ഫിസിക്സിൽ എന്താ പഠിപ്പിച്ചേക്കണേ? അതെല്ലാം 1 ആക്കി എടുത്തിട്ട് പഠിച്ചല്ലേ അല്ലേ? ഓർത്ത് നോക്കാം, എങ്ങനെയായിരിക്കും? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ അതൊക്കെ കൊണ്ടുവരണം. ഇപ്പൊ നേരത്തെ എഴുതിയിരിക്കുന്ന 1 മോളാർ കണ്ടക്ടിവിറ്റി അതാ ചെയ്തേ എന്ന് പറഞ്ഞാൽ, നമ്മള് നേരത്തെ എഴുതിയിരിക്കുന്ന G = എന്തായിരുന്നു? കാപ്പ ഇൻറ്റു A/L അല്ലേ? ഓർത്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ജിയുടെ ഡെഫിനിഷൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? G കണ്ടക്ടൻസ് ആണ്. ഇപ്പൊ എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1, ലെങ്ത് 1. അപ്പോ G = കാപ്പ. അങ്ങനെയൊക്കെ അതാണ് എന്ത്, അത് ഡിഫൈൻ ചെയ്ത് അറിയാലോ. ഡെഫിനിഷൻ ചെയ്യുമ്പോൾ അങ്ങനെ എടുക്കാൻ നോക്കാം കേട്ടോ. നോക്കാം, അത് ഈക്വലന്റ് ആയിട്ട് വരും. ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ നോക്കാം കേട്ടോ. അപ്പോ ഡെഫിനിഷൻ ഇവിടെ നേരത്തെ എഴുതിയിരിക്കുന്ന സമയത്തും ഡെഫിനിഷൻ എഴുതിയിരിക്കുന്നത് അതാണ് കേട്ടോ, വേർഡിൽ എഴുതി വെച്ചേക്കുന്നത്. നെക്സ്റ്റ് അടുത്ത ഹെഡിങ്ങിലേക്ക് വരാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഇല്ല വേറെ ഒന്നും കേട്ടോ, ഇക്വേഷൻ ഒന്നുമില്ല കേട്ടോ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഡെഫിനിഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ലാംഡ നോട്ട് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇനി സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, സ്ട്രോങ് വീക്ക് നമ്മളൊരു കമ്പാരിസൺ ആണ് ആക്ച്വലി കൊണ്ടുവരുന്നത്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നോർമലി കൺസെപ്റ്റ്?
നന്നായിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഒരു ലിക്വിഡ് മീഡിയം അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് അവര് രണ്ട് കണ്ടീഷൻസുകളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഒന്ന്, അതിൽ കാറ്റയോൺ ഉണ്ടാവും, ആനയോൺ ഉണ്ടാവും. ഈ കാറ്റയോണും ആനയോണും പെട്ടെന്ന് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ഉണ്ടാവണം. ഇപ്പൊ ഗ്ലൂക്കോസ് വാട്ടറിലിട്ടാൽ എന്താണ്, ഡിസോസിയേറ്റ് ആവും. ഗ്ലൂക്കോസ് വാട്ടറിലിട്ടാൽ C6H12O6 ആയിട്ട് നിൽക്കും. അപ്പൊ ഡിസോസിയേഷൻ ഉണ്ടോ, ഇല്ല. അപ്പൊ എന്താണ്, അത് ഇലക്ട്രോലൈറ്റ് ആണോ, അല്ല. ഇപ്പൊ NaCl വാട്ടറിലിട്ടാൽ എന്താവും, Na+Cl-. അത് കംപ്ലീറ്റ് ആണ് എന്ന് പറഞ്ഞാൽ 100 NaCl വാട്ടറിലിട്ടാൽ 100 Na+ഉം 100 Cl-. അപ്പൊ ടെക്സ്റ്റിൽ പറയുന്ന വേർഡാണ് എന്താണ്, when complete dissociation ആ വേർഡ് ഓർക്കുക. കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആണ് എങ്കിൽ, അല്ലെങ്കിൽ ഹയർ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ when dissolved in a water, that is considered as a strong electrolyte. എങ്ങനെയാ, ഹയർ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, അത് വന്നതായിരിക്കും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഇനി അസറ്റിക് ആസിഡ്, വിനെഗർ അറിയാലോ, വിനെഗർ വാട്ടറിലിട്ടാൽ വിനെഗർ അസറ്റിക് ആസിഡ് അല്ലെ, അത് വാട്ടറിലിട്ടാൽ പറ്റും. നമ്മൾ ഇക്വിലിബ്രിയത്തിൽ പഠിച്ചതാണ്, 11th പഠിച്ചത് ഇക്വിലിബ്രിയം. ഡിസോസിയേറ്റ് ആവും. വെരി ഗുഡ്. എന്തൊക്കെയാവും, CH3COO- പ്ലസ് എന്താണ്, അല്ലേ. ഇങ്ങനെ ഡിസോസിയേറ്റ് ആവും. ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അല്ലേ, ഡിസോസിയേഷൻ വിളിക്കുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കാം, ഇതൊരു 100 നമ്പർ എടുക്കുന്നത്, 100 150 എത്രയും നമ്പർ ആണെന്ന് വരും. ഇത് കുറച്ച് ആൾക്കാർ മാത്രമേ ഇതാവുള്ളൂ ഇതുപോലെ ഡിസോസിയേറ്റ്, ബാക്കി ആൾക്കാർ ഡിസോസിയേറ്റ് ചെയ്യില്ല എന്ന് പറയും. ബാക്കി ആൾക്കാര് ഡിസോസിയേറ്റ് ചെയ്യില്ല അങ്ങനെ പറയും. അപ്പൊ ഇത് 100 എന്ത് ചെയ്യില്ല, ഡിസോസിയേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതെന്താ, വീക്ക് ഇലക്ട്രോലൈറ്റ്. വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന ഒരു ചിലപ്പോൾ ഒരു 30% ഡിസോസിയേറ്റ് ചെയ്യും, 40% ഡിസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ 100 നമ്പേഴ്സ് ഉണ്ട്. ആ 100 നമ്പേഴ്സിന് എന്ത് ചെയ്യില്ല, അല്ലേ, വരില്ല. അതെന്താന്ന് പറഞ്ഞാൽ അതിന്റെ നേച്ചർ അതാ. അപ്പൊ ഇതെന്തായിരിക്കും, വീക്ക് ഇലക്ട്രോലൈറ്റ്. മറ്റേതെന്തായിരുന്നു, NaCl ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും, അത് 100 ഇട്ടാ അല്ലേ, ഏകദേശം ഒരു 99 അല്ലെങ്കിൽ ഒരു 100 തന്നെ ഇതുപോലെയായി മാറും. മനസ്സിലായി. ഇത് ഒരെണ്ണം ഇങ്ങനെ ആയി എന്ന് കരുതി എല്ലാരും ആവണമെന്നില്ല. അപ്പൊ എന്താ, അതിൽ അയോണും കാറ്റിയോണും ആനിയോണും എന്തായിരിക്കും, കുറവായിരിക്കും നമ്പർ വീക്ക് ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്താ, വാട്ടറിലിട്ടാ എന്ത് പറ്റും, അത് കംപ്ലീറ്റ് ആയിട്ട് എന്തായി മാറും, അയോണുകളായി മാറും, അല്ലെങ്കിൽ ഹയർ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ് കേട്ടോ. ഒന്ന് എഴുതി ഫസ്റ്റ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ആണോ ഫസ്റ്റ് പറയുന്നത്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് അണ്ടർലൈൻ ചെയ്യാം. Strong electrolyte have higher degree of dissociation. Strong electrolyte have higher degree of dissociation. Higher degree of dissociation. Higher degree of dissociation. Higher degree of dissociation when dissolved in a water. When dissolved in a water. Second point എഴുതി നോക്കാം. Second word is molar conductivity.
molar conductivity increases gradually. Molar conductance increases gradually or slowly with dilution. ഇതൊരു ഗ്രാഫ് വെച്ചിട്ടാണ് പറഞ്ഞുതരാം കേട്ടോ. എന്താന്ന് പറഞ്ഞുതരാം. വിത്ത് ഡൈല്യൂഷൻ. തേർഡ് പോയിന്റ് എഴുതി വെക്കാം. എക്സാമ്പിൾ ആണ് തേർഡ് പോയിന്റ്. എക്സാമ്പിൾ NaCl, CaCl2, MgSO4 etc. എന്ന് പറഞ്ഞാൽ സോൾട്ടുകളാണ്. NaCl, KCl ഒക്കെ ഇല്ലേ, KCl കൂടി എഴുതി കേട്ടോ. MgSO4, KCl etc. സോൾട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ, എസ് ബ്ലോക്കിലെ മെറ്റൽസും അതുപോലെ നോൺ മെറ്റൽ ഗ്രൂപ്പുകൾ അല്ലെ, അവരെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് സോൾട്ട് ഉണ്ടാവുന്നത്. ആ സോൾട്ടുകളെല്ലാം തന്നെ എന്തായിരിക്കും, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിരിക്കും. ഇതിനോടൊരു കൊളറസ് ലോ എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. പക്ഷെ അത് വീക്ക് ഇലക്ട്രോലൈറ്റ് എഴുതി കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ. നോക്കാം, അടുത്ത ഹെഡിങ് എഴുതി നോക്കാം. വീക്ക് ഇലക്ട്രോലൈറ്റ്. ഇതിന്റെ ഓപ്പോസിറ്റ് എഴുതാൻ പറ്റും, വീക്ക് ഇലക്ട്രോലൈറ്റ്. നെക്സ്റ്റ് വീക്ക് ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് അണ്ടറിൽ വരുന്ന ഒരു ലോ ഉണ്ട് കേട്ടോ. ആ ലോ നമുക്ക് ഇത് രണ്ടും എഴുതിയിട്ട് വയ്ക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ പോയിന്റ് കിട്ടണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഫസ്റ്റ് പോയിന്റ് എന്തെടുത്തു നിങ്ങൾ ഒന്ന് പറഞ്ഞു. ഹയറിന് പകരം എന്ത് കൊടുത്താൽ മതി, ലോ കേട്ടോ. അതാണ് ഞാൻ ആ 2 പേജ് നോക്കിയിട്ട് ഒരേ പോയിന്റ് പോലെ വരുത്താൻ വേണ്ടിയിട്ടാണ്. പഠിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ നേരത്തെ എഴുതിയിരിക്കുന്നതിന്റെ അതേ വേർഡ് തന്നെ കൊണ്ടുവരാം. വീക്ക് ഇലക്ട്രോലൈറ്റ് have lower degree of dissociation. Weak electrolyte have lower degree of dissociation. Lower degree of dissociation at higher concentration. Lower degree of dissociation at higher concentration. ഇവിടെ ഒരു higher concentration extra എഴുതുന്നുണ്ട് കേട്ടോ. ഇതിന് അങ്ങനെയല്ല കേട്ടോ. സെക്കൻഡ് പോയിന്റ് എഴുതുക. when dissolved in a water കേട്ടോ. when dissolved in a water അതേ പോയിന്റ് തന്നെ കേട്ടോ. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അതിലെന്താണ്, ഹയർ കോൺസെൻട്രേഷൻ എത്തുന്ന സമയത്ത് അത് ലോവർ ഡിഗ്രി ആണ് ഡിസോസിയേഷൻ വരുന്നത്. സെക്കൻഡ് പോയിന്റ് എഴുതി വെച്ചു. മോളാർ കണ്ടക്ടിവിറ്റി increases steeply. Molar conductivity increases steeply, steeply, steeply on dilution. Molar conductivity increases steeply on dilution. Steeply എന്നാണ് കേട്ടോ. steeply on dilution. Third point example ആണ്. Example CH3COH ethanoic acid അല്ലെങ്കിൽ അസറ്റിക് ആസിഡ്. CH3COH എത്തനോയിക് ആസിഡ് ഓർ അസറ്റിക് ആസിഡ്. ഇതിന്റെ ഒരു ഗ്രാഫ് ഉണ്ട്. നിങ്ങൾ ടെക് ആയിട്ടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു എക്സ്പോ നടക്കുന്നുണ്ട്. ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടതാണ് ഈ കടവന്ത്ര സ്റ്റേഡിയമിൽ. കണ്ടോ അല്ലേ, നല്ലതായിരുന്നു. റോബോട്ടിക്കിന്റെ ഒരു എക്സ്പോ ആണ് കേട്ടോ. നല്ല ആയിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണുന്ന പോലത്തെ റോബോട്ടിക് ബ്ലോഗ് അതൊക്കെ ആയിട്ട് കുറേ ഉണ്ട്. അത്യാവശ്യം നല്ല ഇതായിട്ടുണ്ട്. പിന്നെ കുറേ ഉണ്ട് അതിനകത്ത് സ്റ്റോളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ ഉള്ളതുണ്ട്. ടെക്കായിട്ടൊക്കെ ഇഷ്ടമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ VR ഉണ്ട് അല്ലേ, അതല്ലേ ഇങ്ങനെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഒക്കെ മനോരമയും അതുപോലെ തന്നെ പറയുന്ന ഒരു US ബേസ്ഡ് ആയിട്ടൊരു കമ്പനിയുടെ ആണെങ്കിൽ ട്രിവാൻഡ്രത്താണ് ഞാൻ സംസാരിക്കുന്നത്. നല്ല ഇതാണ്. താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് കുറച്ച് ദിവസമുണ്ട്, 5 ഡേയോ ഉണ്ട്. മോർണിംഗ് 10 മുതൽ വൈകിട്ട് 10 വരെയുള്ള ടൈമാണ്. എന്താ സ്റ്റേഡിയം അറിയാമല്ലോ, ഈ നിയർ ബൈ ആയിട്ടുള്ള സ്റ്റേഡിയം. അതൊക്കെ നല്ലതാണ് ആക്ച്വലി, പിക്ചറായിട്ടുള്ള.
ഇവിടെ മോളാർ കണ്ടക്ടിവിറ്റി, ഇത് കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ ഈ ഗ്രാഫ് ശരിയാക്കാൻ വേണ്ടി സീരീസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ റൂട്ട് സി കേട്ടോ. ഗ്രാഫിന്റെ എക്സ്പാൻഷൻ ഒക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് സീരീസ് ടു ഹാഫ് എന്ന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺസെൻട്രേഷൻ ആണ് കേട്ടോ. നോക്കുക, ഇത് കോൺസെൻട്രേഷൻ എക്സ് ആക്സിസ്, വൈ ആക്സിസ് എന്തായിരിക്കും ലാംഡ. അല്ല, അത് ലോങ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ലെങ്ത് കൂടുതലായിട്ട് നമുക്ക് അതിന്റെ ഫിഗർ കിട്ടത്തില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത് കേട്ടോ. നോക്കാം, അപ്പോൾ ഈ ഇവിടെ വന്നിരിക്കുന്ന ഇതില് ഇങ്ങനെയാണ് രണ്ട് ഗ്രാഫ് കൊടുത്തേക്കുന്നത്. ഗ്രാഫ് വരക്കണം കേട്ടോ. ഇത് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്, CH3COH. സോറി, ഇത് KCl സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, ഇത് വീക്ക് ഇലക്ട്രോലൈറ്റ് CH3COH. ഇനി ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറഞ്ഞുതരാം. ഓൺ ഡൈലൂഷൻ, രണ്ടാമത്തെ പോയിന്റ് എഴുതിയില്ലേ, ഡൈലൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഡൈലൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളത്തില് ഒരു നാരങ്ങ വെള്ളമാണ് ആക്ച്വലി, അതിലേക്ക് വെള്ളം ഒഴിച്ചാൽ എന്ത് പറ്റും? ഡൈലൂട്ട് ആവും. ഡൈലൂട്ട് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ അവിടെ എന്ത് ചെയ്യും? കുറയും. കോൺസെൻട്രേഷൻ കുറയുന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് ആ സിട്രിക് ആസിഡ് ഇല്ലാതെ കുറയാണല്ലേ? അല്ലല്ലോ, അത് പെർ യൂണിറ്റ് ഏരിയ എന്ത് ചെയ്യും? കുറയും അല്ലേ? പെർ യൂണിറ്റ് ഏരിയ അവിടെ കുറയും, അതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡൈലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേഷൻ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. കോൺസെൻട്രേഷൻ ഏതായിരിക്കും? ഇങ്ങോട്ട് വരും അല്ലേ? അപ്പോൾ ഓൺ ഡൈലൂഷൻ എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ അവിടെ എന്ത് ചെയ്തു? കുറഞ്ഞു. അങ്ങനെ കുറയുന്ന സമയത്ത് KCl മോളാർ കണ്ടക്ടൻസ് എങ്ങനെ വരും എന്ന് എഴുതി വെച്ചേക്കുന്നത്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഒന്ന് വായിച്ചേ, വായിക്കേ. ഗ്രാജുവൽ എന്ത് ചെയ്യും? സ്ലോലി ഓർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും. ഇതിങ്ങനെ ഗ്രാജുവൽ ആയിട്ടാണ്, ഒരേ പാറ്റേണിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. നോക്കാം, ഗ്രാജുവലി അല്ലെങ്കിൽ സ്ലോലി ഇങ്ങനെ ഒരേ പാറ്റേണിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും. നോക്കാം. ദെൻ നെക്സ്റ്റ് ഈ CH3COH ആണെങ്കിൽ എന്ത് പറ്റും? CH3COH ഇവിടെ നോക്കിയേ, ഇതുണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് സ്റ്റീപ്പായിട്ട് ഇൻക്രീസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറഞ്ഞു ഭയങ്കരമായിട്ട് കുറയുന്ന സമയത്ത് ഇത് കണ്ടോ, ഇവിടെ വെച്ചാൽ എന്ത് ചെയ്യും? സ്റ്റീപ്പ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. അതാണ് പിക്ചറിങ് ഉള്ള മെയിൻ കേട്ടോ. അപ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ അവിടെ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഇതിന് മീനിങ് എന്താ? ചില ആൾക്കാർ വിചാരിക്കും സാറേ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ കണ്ടക്ടൻസ് കൂടുകയല്ലേ, അങ്ങനെയല്ലേ വരേണ്ടത്, അതിന് വേറെ നേരെ തിരിച്ചറിയുക എന്നുള്ളത് തോന്നാം. പക്ഷെ അത് പെർ ഇൻഡിവിജ്വലി ലോഡ് കൂടും, അതാണ് ഉദ്ദേശിക്കുന്നത്. പെർ ഇൻഡിവിജ്വൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലി അല്ലേ? ഇപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാവരും കൂടി ഒരു വർക്ക് ചെയ്യാൻ പോകുന്നു, അതിന് പകരം നേരത്തെ കഥ പറഞ്ഞ പോലെ അല്ലേ, ഒരു 50 ബുക്സ് ഉണ്ട്. ആ 50 ബുക്സ് നിങ്ങൾ എല്ലാവരും കൂടി ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ അല്ലേ? കുറവായിരിക്കും. ഒരാൾ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 ബുക്ക് എടുത്താൽ നടക്കും. പക്ഷെ അതിന് കോൺസെൻട്രേറ്റ് കുറയുമ്പോൾ ഇൻഡിവിജ്വലി എന്ത് ചെയ്യും? ഒരാളുടെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് മീനിങ് മനസ്സിലാക്കാം കേട്ടോ. അത് രണ്ടാമത്തെ പോയിന്റ് ഇതാണ് അത് വരുന്നത് കേട്ടോ. നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, മോളാർ കണ്ടക്ടൻസ് എങ്ങനെയാ? ഗ്രാജുവലി ഓർ സ്ലോലി എന്ത് ചെയ്യും? ഇങ്ങനെയാണോ? സ്ലോ ആയിട്ട് ഇങ്ങനെ ഒരു കറക്റ്റ് ഒരു സ്ലീപ്പായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. വീക്ക് ആണെങ്കിൽ എന്ത് പറ്റുന്നത് കേട്ടോ? പെട്ടെന്ന് സ്റ്റീപ്പായിട്ട് ഇൻക്രീസ് ചെയ്യും. ഡയറക്ഷൻ എങ്ങനെയാ? ഓൺ ഡൈലൂഷൻ കോൺസെൻട്രേഷൻ കുറയോ കൂടും? കുറയും. കോൺസെൻട്രേഷൻ കുറയുമ്പോൾ ഇങ്ങനെയല്ല, കോൺസെൻട്രേഷൻ കുറയുമെങ്കിൽ കൂടുമ്പോൾ അപ്പോൾ ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ വന്നതെന്ന് പറയാൻ വേണ്ടിയാണ് കേട്ടോ. ഈ പിക്ചർ വരണം കേട്ടോ. പേരെടുത്ത്
ഇനി ഒരു ചെറിയ ലോകം കൂടി ഉണ്ട് കേട്ടോ. എഴുതി കഴിഞ്ഞാൽ ഒരു രീതിയിലും കോളറഷ് ലോ കേട്ടോ. കോളറഷ് ലോ എന്തോ സബ് ഹെഡിങ് ആണ് കേട്ടോ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഹെഡിങ് ആണ്. പക്ഷെ അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വീക്കും എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എഴുതാൻ കാരണം അത് രണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ചായിരിക്കും പഠിക്കുമ്പോൾ ഒരേ പാറ്റേൺ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എഴുതി വെച്ചോ കേട്ടോ. കോളറഷ് ലോ KOHLRAUSCH റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. KOHLRAUSCH കോളറഷ് ലോ ഓഫ് independent Coleridge law of independent migration of ions. Independent migration of ions. Coleridge law of independent migration of ions. Underline ചെയ്യുക കേട്ടോ. ആ ലോ എന്ന് എഴുതിയിട്ട് എന്താണ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയാം. The law states that limiting molar conductivity, the law states that limiting molar conductivity, the law states that limiting molar conductivity of an electrolyte can be represented as the sum of the individual concentration of individual contribution of the anion and cation of the electrolyte. Individual contribution of the anion and cation of the electrolyte. എന്താണ് മീനിങ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് കറക്റ്റ് ആയി പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങളെ കൊണ്ട് കാണാൻ പറ്റില്ല കേട്ടോ. എന്നിട്ടൊരു എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ പറഞ്ഞിട്ട് ഒന്ന് എഴുതി കേട്ടോ. ഇവിടെ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. lambda naught NaC is equal to lambda naught Na plus lambda naught Cl minus. തന്നിട്ടുണ്ട് കേട്ടോ. എക്സാമ്പിൾ കേട്ടോ. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, സോൾട്ട് വാട്ടറിലേക്ക് ഇലക്ട്രിസിറ്റി ഞാൻ പാസ് ചെയ്യാണ്. അങ്ങനെ വരുന്ന സമയത്ത് അതിൽ കൂടി കണ്ട ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ പണ്ടത്തെ കുറച്ച് സയന്റിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, ഇലക്ട്രോൺ അല്ലെ, ഇലക്ട്രോണിന്റെ ചാർജ് എന്താ, നെഗറ്റീവ് അല്ലെ. പുറത്ത് നോക്കി നെഗറ്റീവിൽ കാണുമ്പോൾ ഈ ഇത് കണ്ടോ, കാറ്റയോൺ അട്രാക്ട് ചെയ്യും, ഇലക്ട്രോൺ എന്ന് പറയും. അപ്പൊ ആ ലിക്വിഡ് വന്ന് അങ്ങനെ ആണ് ഈ Na+ കാരണമാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിൽ കൂടി ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു. കുറച്ച് ആൾക്കാർ പറഞ്ഞു അല്ല Cl നെഗറ്റീവ് ആണ്, നെഗറ്റീവ് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. അങ്ങനെ ആ റിപ്പൽഷൻ കാരണം അതിൽ കൂടി മൂവ് ചെയ്യും. അങ്ങനെ വന്നു. ഈ സയന്റിസ്റ്റ് പറഞ്ഞു അങ്ങനെയല്ല, ഇതിന് രണ്ടുപേർക്കും കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതാണ് വന്നേക്കുന്നത്. അപ്പോൾ ലോ പറയുന്നത് നോക്കാം. ഇവിടെ എന്താണ് ആക്ച്വലി രണ്ടുപേരും ഇലക്ട്രോൺസിന് ഇൻഡിവിജ്വൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ വേർഡ് ഉപയോഗിക്കാൻ കാരണം ഈക്വൽ അല്ല കേട്ടോ, ഈക്വൽ അല്ല. ഇപ്പൊ ഇവർ രണ്ടുപേരുമാണ് ഒരു ഡ്യൂട്ടി കൊടുക്കുന്ന സമയത്ത് ഇയാളുടെ കോൺട്രിബ്യൂഷൻ ആൻഡ് ഇയാളുടെ കോൺട്രിബ്യൂഷൻ രണ്ട് ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല അല്ലെ, പുറത്ത് നോക്കാൻ രണ്ട് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആ രീതിയിലാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ കൊണ്ടുവരാം. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, ഇതല്ലേ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് ദി സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഓഫ് ഇതെന്താ, കാറ്റയോൺ ആൻഡ് ആനിയോൺ പറഞ്ഞിട്ട് വിടുള്ളൂ കേട്ടോ, പുറത്ത് നോക്കാം.
limiting molar conductivity of an electrolyte is the simple ആയിട്ട് പറഞ്ഞാൽ മതി sum of individual contribution of cation and anion. Okay ആണോ? നോക്കുക. The law states that the limiting conductivity of an electrolyte is equal to the sum of individual cation individual contribution of cation and anion. കേട്ടോ? അതോടെ ചോദിക്കാത്തതിനെ വിഷമിച്ചിരിക്കുകയാണ്. നേരത്തെ ഞാൻ ചോദിച്ചതായിരുന്നു. Limiting molar conductivity can be represented as the sum the sum of independent contribution of individual contribution of individual contribution of cation and anion. anion. Clear? The law says that limiting molar conductivity of electrolyte can be represented as the sum of individual contribution of anion and cation. Okay, that's all. Limiting molar conductivity of an electrolyte is equal to the sum of individual contribution of anion and cation. Yeah. Okay. The next question. The limiting molar conductivity of represent as the sum of individual contribution of anion and cation. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ അതിന്റെ പേരാണ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാ ഇക്വേഷൻ എനിക്ക് കിട്ടണം കേട്ടോ. ഇക്വേഷൻസ് വേണം. കുറച്ചും കൂടി ഉണ്ട്. ഓക്കെ കേട്ടോ. ഇന്ന് വൈൻഡപ്പ് ചെയ്യും. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് റിവിഷൻ വരാം കേട്ടോ. ടോക്കറ്റ്സിനും ഇവർക്കും 2 ചാപ്റ്റേഴ്സ് വേറെ ആരൊക്കെ ഈ സെയിം ചാപ്റ്റർ